ഇന്നലെ ആരോഗ്യ പ്രശ്നത്തെപ്പറ്റി വളരെ വിശദമായി സംസാരിക്കേണ്ടി വന്ന സാഹചര്യം എന്ത് എന്ന് കേട്ടിരുന്നവർക്ക് വ്യക്തമാവുമെന്ന് എനിക്ക് കരുതുന്നു. അതായത് കേൾക്കാൻ സന്നദ്ധതയുള്ളവർക്ക് വ്യക്തമാവും. നമ്മുടെ ചില പ്രീഫിക്സ്ഡ് ആയിട്ടുള്ള, അതായത് നമ്മുടെ ഭരിക്കുന്ന ഒരു ഗവൺമെൻറ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു പ്രത്യേക ഒരു സാഹചര്യത്തിൽ ജനിച്ചു വളരുമ്പോഴത്തേക്ക് കുഞ്ഞുനാളിലെ ദൈവമുണ്ട്, ഈശ്വരനുണ്ട്, ഈശ്വരനെ നമ്മൾ പൂജിക്കണം എന്ന് പറയുന്നത് പോലെ നമ്മുടെ അധികാരത്തിലിരിക്കുന്ന ഒരു സ്ഥാപനം അതിൻ്റെ സകല മെഷീനറി ഉപയോഗിച്ച് അതിൻ്റെ മാധ്യമ ശക്തി മുഴുവൻ വിനിയോഗിച്ച് ഒന്നിങ്ങനെ സംഭവിച്ചിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ അത് അംഗീകരിക്കാൻ തയ്യാറാകണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ജനത അതിന് തയ്യാറായെന്നിരിക്കും. അങ്ങനെ ഒരു സാഹചര്യത്തെ മുതലെടുത്തുകൊണ്ട് ജനതാൽപര്യങ്ങൾക്ക് വിരുദ്ധമായി ഒരു രോഗത്തെ ഏത് പരിധിവരെ ഉപയോഗിക്കാം എന്നുള്ളതിൻ്റെ ഒരു വിശദീകരണമാണ് ഇന്നലെ ഞാൻ ഇവിടെ നടത്തിയത്. അപ്പോൾ അതിൽ കഴിഞ്ഞിട്ടിപ്പോൾ ഇന്നലെ നമ്മുടെ മുഖ്യമന്ത്രി BJPക്കാരല്ലാത്ത 11 മുഖ്യമന്ത്രിമാർക്ക് ഓരോ കത്തുകൾ അയച്ചിരിക്കുകയാണ്. എന്താണ്? സൗജന്യമായിട്ട് വാക്സിൻ കിട്ടണം, അതിനെല്ലാവരും ഒത്തൊരുമിച്ച് നിന്ന് ഒരൊറ്റ ഇന്ത്യ എന്നുള്ള രീതിയിൽ ഒരു നമ്മുടെ ഫെഡറലിസത്തിൻ്റെ മുഴുവൻ ശക്തിയും പ്രയോഗിച്ച് അതിനുവേണ്ടി വാദിക്കണം എന്ന് പറയും. ഈ വാദത്തെക്കാൾ എത്രയോ പ്രധാനമാണ്, അതായത് വാക്സിൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൺലി ആൻ എമർജൻസി വാക്സിൻ. അത് ആത്യന്തികമായി നമ്മൾ വാക്സിൻ്റെ ഒരു സിദ്ധാന്തം അനുസരിച്ച് ഉണ്ടാക്കുന്നതല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്നിപ്പോൾ പത്രത്തിൽ വരുന്നു, ബ്രിട്ടനിൽ ഇതിൻ്റെ ഈ സോക്കാൾഡ് SARS-CoV-2 ഒരു ജനറ്റിക് വകഭേദമുണ്ടായി, നമ്മളതിനെ കപ്പ എന്ന് വിളിക്കുന്നു. വേറെ ഇടത്ത് നമ്മൾ അതിനെ ഉലുവ എന്ന് വിളിക്കുന്നു. വേറൊരിടത്ത് അതിനെ നമ്മൾ പൊറോട്ട എന്ന് വിളിക്കുന്നു. അങ്ങനെ പലതരത്തിലുള്ള ജനറ്റിക് വകഭേദങ്ങളും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് അവർ പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ വളരെ കൃത്യമായിട്ട് ഇത് ഏത് മൈക്രോബാണെന്ന് കണ്ടെത്തിയിട്ടില്ല. നമുക്ക് കിട്ടുന്നത് കുറേ RNA സ്ട്രാൻഡ്സ് മാത്രമാണ്. ഇപ്പോൾ ജലദോഷത്തിൻ്റെ RNA സ്ട്രാൻഡ്സ് കിട്ടുന്നത് പോലെ തന്നെ ഇതിൻ്റെ RNA സ്ട്രാൻഡ്സും നമുക്ക് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ DNA സ്ട്രാൻഡ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ DNA സ്ട്രാൻഡ്സ് നമ്മുടെ ശരീരത്തെ ഇൻഫെക്റ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു അന്ധവിശ്വാസം അതിശക്തമായി നമ്മൾ പ്രചരിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ജനങ്ങളെ വേട്ടയാടിയത്. ഇതാണൊരു വസ്തുത. അപ്പോൾ അത് ഇപ്പോൾ വരുന്നൊരു പ്രശ്നം, നേരത്തെ വന്നപ്പോഴത്തേക്ക് കോവിഷീൽഡുകാരുടെ പ്രസ്താവന ഇറക്കിയിരുന്നു. ഏതൊക്കെ ജനറ്റിക് വകഭേദങ്ങളുണ്ടായാലും ഈ പറയുന്ന ഒന്നാമത് SARS-CoV-2 എന്ന് പറയുന്ന ഒരു മൈക്രോബിനെ പറ്റി യാതൊരു വ്യക്തതയും ഇല്ലാതെ ഈ പറഞ്ഞതുപോലെ ഈ കിട്ടിയ ഈ ജനറ്റിക് സ്ട്രാൻഡ്സിനെ അതിൻ്റെ നിർവീര്യ രൂപങ്ങളെ നമ്മൾ ഈ ഒരു വാക്സിന് വേണ്ടി ഉപയോഗിച്ച് നമ്മുടെ ഇമ്മ്യൂണിറ്റി റൈസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു സങ്കേതമാണ് അവർ അവലംബിക്കുന്നത്. അപ്പോൾ അവർക്ക് അതിനെപ്പറ്റി തന്നെ ഒരു ധാരണയില്ലാത്ത അവർ പറയുന്നത് എന്താണ്, ഏത് ജനറ്റിക് വകഭേദം വന്നാലും അതിനെയൊക്കെ നേരിടാൻ കോവിഷീൽഡിന് കഴിയും എന്നൊരു പ്രസ്താവന പറയുകയാണ്. ഇതുപോലെ ഇപ്പോൾ സ്പുട്നിക് വരുന്നുണ്ട്, 10-30 കമ്പനികൾ സാർവദേശീയ തലത്തിൽ വാക്സിൻ നിർമ്മിക്കുന്നുണ്ട്. അപ്പോൾ ഈ വാക്സിനുകളെല്ലാം കൂടെ നിർമ്മിച്ച് അവ വന്നു കഴിഞ്ഞാൽ ഈ എല്ലാ ജനറ്റിക് വകഭേദങ്ങളെയും വകവരുത്താൻ വേണ്ടിയുള്ള ശേഷി അതിനുണ്ടാവും ഇല്ലയോ എന്നൊന്നും ആരും പരീക്ഷിച്ചിട്ടൊന്നുമില്ല. കാര്യം കഴിഞ്ഞാൽ പറഞ്ഞില്ല, ഒരു വാക്സിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ടെസ്റ്റഡ്. അത് ടെസ്റ്റ് ചെയ്യുന്നതിന് സമയം വേണം, അത് ഏതെല്ലാം മേഖലകളിൽ ടെസ്റ്റ് ചെയ്യണം. ഈ പണ്ട് പറഞ്ഞില്ലേ, അത് ഹിറ്റ്ലർ ജൂതന്മാരുടെ മേൽ പരീക്ഷണം നടത്തി നോക്കി, അല്ലെങ്കിൽ പണ്ട് അടിമകളുടെ മേൽ പരീക്ഷണം നടത്തുമായിരുന്നു. അതുപോലെ ഇവിടെ ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയിലെ അടിമകൾ മാത്രമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് ഇന്ത്യയിലെ അടിമകളുടെ മേൽ ഈ പരീക്ഷണം നമുക്ക് സുഗമമായിട്ട് നടത്താം. അപ്പോൾ അത് എത്ര വ്യാപകമായി നടത്താൻ കഴിയുമോ അത്രയും നമ്മൾ സുരക്ഷിതരാണെന്ന് ഒരു ഭാഗത്ത് പറയുന്നുണ്ട്. ആ സുരക്ഷിതത്വം അവകാശപ്പെടുമ്പോൾ തന്നെ നമ്മൾ ആലോചിക്കേണ്ടുന്നത്, നമ്മൾ ഈ 2 ഡോസ് വാക്സിനും എടുത്തതിന് ശേഷം പിന്നീട് നമ്മൾ മുഖം മൂടി കെട്ടി നടക്കണം, പിന്നീട് നമ്മൾ കൈകൾ കഴുകിക്കൊണ്ടിരിക്കണം,
പിന്നീട് നമ്മൾ വീട്ടിന് പുറത്തിറങ്ങാൻ പാടില്ല, പിന്നീട് നമ്മൾ സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പപ്പ് ചെയ്യണമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ദി യൂസ് ഓഫ് ദിസ് വാക്സിനേഷൻ? അതും കൂടെ പറയണം മുഖ്യമന്ത്രി. മുഖ്യമന്ത്രി കുട്ടികളോട് പറയണം വീട്ടിനകത്ത് തന്നെ ഇരിക്കണം, പുറത്തൊന്നും ഇറങ്ങരുതേ എന്ന് പറയാണ് കുട്ടികളുടെ അടുത്ത്. ആരും വീട്ടിന് പുറത്തിറങ്ങരുത്. ഞാനും എൻ്റെ കുടുംബവും ഹെലികോപ്റ്ററിൽ പറന്ന് കിടക്കും, അല്ലെങ്കിൽ ഞാൻ വന്ന് കോട്ടൺ ഹിൽ സ്കൂളിൽ എനിക്ക് വിർച്വലായിട്ടോ അല്ലെങ്കിൽ ഡയറക്റ്റായിട്ടോ വന്ന് എനിക്ക് ജനങ്ങളെ ഒന്ന് അഭിസംബോധന ചെയ്ത് ഞാൻ ആരാണെന്നുള്ള കാര്യം ജനങ്ങളെ മുമ്പ് പ്രദർശിപ്പിക്കാനൊക്കെ ഉള്ള ഒരു അവകാശവും സന്ദർഭവും എനിക്ക് കിട്ടുന്നു. പക്ഷെ കുട്ടികൾ, അവർക്കും ഒരു സെൽഫ് എക്സ്പ്രഷൻ എന്ന് പറയുന്ന ഒന്നുണ്ട് മുഖ്യമന്ത്രി. അതായത് പിറന്നു വീണ ഒരു കുഞ്ഞിൻ്റെ ആദ്യത്തെ കരച്ചിൽ എന്ന് പറയുന്നത് അതിൻ്റെ ആത്മപ്രകാശനമാണ്. അത് മനസ്സിലാക്കണം. ആ കരച്ചിൽ പിന്നീട് വരുന്ന അതിൻ്റെ കളികളും വികൃതികളും ഇതൊക്കെ ആത്മപ്രകാശനമാണ്. വളർന്നു വരുംതോറും കുട്ടികൾക്ക് ആ തരത്തിൽ സെൽഫ് എക്സ്പ്രഷൻ്റേതായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. അത് പിന്നെ സമൂഹത്തിൻ്റെ എക്സ്പ്രഷനുമായിട്ട് പൊതുവായിട്ടുള്ള താല്പര്യവുമായിട്ട് പൊരുത്തപ്പെട്ട് വരുമ്പോഴാണ് നമ്മൾ സാമൂഹ്യ മനുഷ്യനായിട്ട് തീരുന്നത്. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്കെല്ലാം സെൽഫ് എക്സ്പ്രഷൻ്റെ സ്വാതന്ത്ര്യമുണ്ട്. കുഞ്ഞുങ്ങൾ വീട്ടിൽ അടയിരുന്നോളണം എന്നൊക്കെ വിളിച്ച് പറയാനുള്ള അവകാശമൊന്നും ഒരു രാജ്യത്തെ മുഖ്യമന്ത്രിക്കുമില്ല. നിങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങളിപ്പോൾ 11 സംസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുവരുന്ന വാക്സിൻ, ആ വാക്സിൻ്റെ ഗുണമൂല്യത്തെപ്പറ്റി നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? അതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതിന് ഉത്തരം പറയാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ഭാരതത്തിലെ 2 വാക്സിൻ നിർമ്മാതാക്കൾ തമ്മിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപം ഉന്നയിച്ചു. കോവിഷീൽഡ് എന്ന് പറയുന്നത് പച്ചവെള്ളമാണെന്ന് എതിർ വിഭാഗക്കാർ പറഞ്ഞത് അവർ തിരിച്ചും പറഞ്ഞു. ആ തരത്തിൽ ആക്ഷേപം ഉന്നയിച്ചു. എന്നിട്ടിപ്പോൾ നിങ്ങൾ പറയുന്നത് ഒരുപാട് വകഭേദങ്ങളുണ്ടാകും. ഇനിയിപ്പോൾ ഒരു 4ാം തരംഗം വരും. 4ാം തരംഗം വരുമ്പോൾ ഈ അല്ലെങ്കിൽ ഒരു 3ാം തരംഗം വരുമ്പോൾ ഈ നിങ്ങൾ പറയുന്ന ഈ SARS-CoV-2 എന്ന് നിങ്ങളിപ്പോൾ സങ്കല്പിച്ച് വച്ചിരിക്കുന്ന ആ സാധനത്തിൽ നിന്ന് വ്യത്യസ്തമായ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ വാക്സിനേഷൻ കൊണ്ട് പ്രയോജനം ഉണ്ടാകും. നിങ്ങൾ പറയുന്നത് 4ാം തരംഗം അല്ല 3ാം തരംഗം ഉടനെ വരാൻ പോവുകയാണെന്നല്ലേ പറയുന്നത്. അപ്പോൾ ഈ തരത്തിൽ പറയലേ ഈ അതിമുൻകരുതലുകൾ എന്ന് പറയുന്നത് ഒരു കാരണവശാലും അങ്ങനെ ഒരു ശാസ്ത്രീയമായ ഒരു നിലപാടിൻ്റെ ഭാഗമല്ല. അതായത് പറഞ്ഞില്ലേ, ഇപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലൂടെ ഒരു പട്ടി പേ പിടിച്ചോടുകയാണ്, അത് പേപ്പട്ടിയാണ്, അത് നമ്മളെ കടിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ വീട്ടിനകത്ത് കയറും. പക്ഷേ അത് മരിച്ചു കഴിഞ്ഞാലെങ്കിലും ഈ പട്ടിക്ക് വിഷം ഉണ്ടായിരുന്നോ എന്ന് പരിശോധിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. ഇപ്പോൾ ഈ SARS-CoV-2 കാര്യത്തിൽ അത് ഇതുവരെ സംഭവിച്ചിട്ടില്ല, അത് നമ്മൾ കണ്ടെത്തിയിട്ടില്ല. ഈ പട്ടിക്ക് ഉണ്ടായിരുന്നു എന്നുള്ള നമ്മുടെ സങ്കല്പമാണ്. അത് കടിച്ചാൽ നമ്മളെ കൊല്ലുമെന്ന് ഉള്ളതുകൊണ്ട് നമ്മളെല്ലാവരും വീട്ടിനകത്ത് കയറിയിരുന്നു, നമ്മൾ സുരക്ഷിതരായിരുന്നു. അതുകൊണ്ട് ഇനി ലോകാവസാനം വരെയും നമ്മൾ ഈ വീട്ടിനകത്ത് തന്നെ കയറിയിരിക്കണം എന്നൊക്കെ പറയുന്നത് ഒരു ഭരണകർത്താവിൻ്റെ യോഗ്യതയല്ല, അയോഗ്യതയാണ്. അങ്ങനെ ഈ പറഞ്ഞില്ലേ, മരണം വരുമെന്നുള്ളൊരു ഭയം കൊണ്ട് കുട്ടികളും വലിയവരും ചെറിയവരും എല്ലാവരും വീട്ടിനുള്ളിൽ കെട്ടി ഒതുങ്ങിയിരിക്കണം എന്ന് പറയാനായിട്ടല്ല, അവർക്ക് ജീവിക്കാൻ ഒരു പരിസരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ഭരണ സംവിധാനം. അതിനു വേണ്ടിയാണ് ഒരു ഭരണ സംവിധാനം, അല്ലാതെ വീട്ടിനകത്ത് കയറിയിരിക്കാൻ വേണ്ടിയല്ല. 1.5 വർഷമായിട്ട് വീട്ടിനകത്ത് കയറിയിരിക്കുന്നവരോട് വീണ്ടും വീട്ടിനകത്ത് കയറിയിരിക്കാൻ വേണ്ടിയല്ല. പിന്നെ നിങ്ങൾ വാക്സിൻ്റെ കാര്യം പറയുന്നു. വാക്സിനെ പറ്റി പറയുമ്പോൾ യു ഷുഡ് ഹാവ് സം ഒരു ഡെഫിനറ്റായിട്ടൊരു ഐഡിയ അതിനെപ്പറ്റി ഉണ്ടാകണം. നിങ്ങൾ പറയുന്നു വാക്സിൻ നിങ്ങൾ പലയിടത്തായിട്ട് വാങ്ങുന്നു, 11 സംസ്ഥാനങ്ങളുമായിട്ട് ചേർന്ന് വാക്സിൻ വരുന്നു, വാക്സിനാണ് അന്തിമമായ മാർഗ്ഗം, രക്ഷാമാർഗ്ഗം എന്നൊക്കെ വിളിച്ചു പറയുന്നു. ഇതൊന്നും അറിഞ്ഞിട്ടല്ല വിളിച്ചു പറയുന്നത് എന്താണെന്നുള്ളത്. ഇത് ഇപ്പോഴത്തെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൺലി ആൻ എമർജൻസി വാക്സിൻ. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ കാട്ടു തീ പോലെ പടരുമ്പോഴത്തേക്ക് തൽക്കാലം ഇങ്ങനെ ഇതുകൊണ്ട് പിടിച്ചു നിർത്താൻ പറ്റുമോ എന്നുള്ളത് ഒരു പരിശോധന മാത്രമാണ്. പിടിച്ചു നിർത്താൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഇതൊക്കെ വന്നു കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ പിടിച്ചു നിർത്താൻ പറ്റുമെന്നുള്ളത് പരീക്ഷിച്ച് നോക്കിയത്. അതിൻ്റെ സസ്റ്റൈനബിലിറ്റി എത്ര എന്നുള്ള കാര്യം ഇതുവരെയും തീരുമാനിക്കപ്പെട്ടിട്ടില്ല, എവിടെയും തെളിയിക്കപ്പെട്ടിട്ടുമില്ല. അതിൻ്റെ പീരീഡ് എത്ര ഉണ്ടാവും എന്നുള്ള കാര്യവും. പിന്നെ ഇത് വെച്ച് കഴിഞ്ഞാൽ ഇത് വീണ്ടും വരുമെന്നും പറഞ്ഞ് ഇന്നത്തെ പത്രത്തിലും എഴുതിയിട്ടുണ്ട്. പത്രക്കാർ പലതും എഴുതും, പലതും വരും, പലതും പോകും. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇങ്ങനെ ഒരു വലിയൊരു മഹാമാരി എന്ന് പറയുന്ന ഒരു വലിയൊരു കള്ളം, ഒരു പെരുങ്കള്ളം
WHO ലോകത്ത് പ്രചരിപ്പിക്കുകയും നമ്മളതിൻ്റെ വക്താക്കളായി അത് വിഴുങ്ങിക്കൊണ്ട് നടക്കുകയും ചെയ്ത സ്ഥിതിക്ക് ജനങ്ങളാകെ ഭയപരവശരാണ്. അപ്പോൾ അവർക്ക് ഒരു റീഅഷുറൻസ്, ഒരു ആത്മവിശ്വാസം കൊടുക്കാൻ വേണ്ടി നമ്മൾ ഏത് മെത്തേഡും നമ്മൾ ഉപയോഗിക്കും. ആ ഒരു മെത്തേഡ് എന്നുള്ള രീതിയിൽ ഈ എമർജൻസി വാക്സിനേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെൽക്കം. അതിന് നമ്മൾ ഒരു പരിധിയോളം നമ്മൾ സ്വീകരിക്കുക. അത് സ്വീകരിക്കുമ്പോൾ തന്നെ അതിൽ നിന്നുണ്ടാകുന്ന തട്ടുകേടുകൾ എന്താണെന്നുള്ളത് നമ്മൾ പരിശോധിക്കുകയും കൂടെ വേണം. അപ്പോൾ ആ കാര്യങ്ങളൊന്നും പരിഗണിക്കാതെ ഈ 11 സ്ഥലത്ത് നിന്ന് വാക്സിൻ ഇങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം അങ്ങ് ശരിയാകും എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ, വാക്സിൻ വന്നു എന്ന് പറഞ്ഞ് ജീവിതം ശരിയാവില്ല. നിങ്ങൾ വാക്സിൻ കൊണ്ടുവന്നതിന് ശേഷം നിങ്ങൾ മുഖം മൂടി കെട്ടണമെങ്കിൽ പറഞ്ഞില്ലേ, ഇപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ കുറച്ച് വായിക്കാൻ ശ്രമിക്കും. അതായത് ഇപ്പറഞ്ഞ ഈ SARS-CoV-2 എന്ന് പറയപ്പെടുന്ന ഒരു പ്രത്യേക വൈറസ് ഈ ലോകത്തെ ബാധിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു സോഷ്യൽ ഡിസ്റ്റൻസ് ഉണ്ട്. അവർ പറയുന്നതിൽ ഇപ്പോൾ മൂക്ക് കെട്ടുന്നതിനെ പറ്റിയോ കൈ കഴുകുന്നതിനെ പറ്റിയോ ഒന്നും അവർ പറയുന്നില്ല. പക്ഷേ മനഃശാസ്ത്രകാരന്മാർ ഒരൊറ്റ സ്വരത്തിൽ പറയുന്നുണ്ട്, ഈ സോഷ്യൽ ഡിസ്റ്റൻസ് മോസ്റ്റ് ഹാംഫുൾ, ഏറ്റവും ഉപദ്രവകരമാണ്. നമ്മുടെ ജീവിതത്തെ, അതിൻ്റെ അടിസ്ഥാനപരമായ അസ്തിത്വത്തെ തന്നെ തകർക്കുന്നതാണ് ഈ സോഷ്യൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഈ പറയുന്നത് പോലെ, ഈ നമ്മൾ ഫിസിക്സ് പഠിക്കുമ്പോൾ പറയുന്നത് പോലെ, ഇപ്പോൾ ഒരു സ്പോട്ടിൽ നിന്ന് മറ്റൊരു സ്പോട്ടിലേക്കുള്ള ഒരു സഞ്ചാരം എന്ന് പറയുന്നതാണ് ജീവിതം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ സ്റ്റാറ്റിക്സും ഡൈനാമിക്സും പഠിക്കുമ്പോഴത്തേക്ക് ഈ ജീവിതത്തിന് ഡൈനാമിക്സ് എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അതിങ്ങനെ സ്റ്റാറ്റിക്കായിട്ടിരിക്കുന്ന ഒരു ശിലയല്ല, സ്ഥിതീയമായൊരവസ്ഥയല്ല, വിജയ അല്ല. അതുകൊണ്ട് നിങ്ങൾ 1.5 വർഷം നിങ്ങൾ സ്റ്റാറ്റിക്കായിട്ട് സ്ഥിതീയമായൊരവസ്ഥയിൽ ഇരിക്കുക എന്നുള്ളതല്ല. ദർ ഷുഡ് ബി സം മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി മാനുവൽ ആൻഡ് ഫിസിക്കൽ മൂവ്മെൻറ്റ്. മാനുവലും ഫിസിക്കലുമായിട്ടുള്ള മൂവ്മെൻറ്റ്. നിങ്ങളുടെ വാഹനത്തിൽ സഞ്ചരിക്കുന്നു എന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ ശരീരം സഞ്ചരിക്കുന്നില്ല എന്ന അർത്ഥമില്ല. നിങ്ങൾ കാലുകൾ കൊണ്ടല്ല നടക്കുന്നത്, നിങ്ങൾ വാഹനത്തിൽ ഇരുന്നാണ് സഞ്ചരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഹെലികോപ്റ്ററിൽ കയറിയാണ് സഞ്ചരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് നിങ്ങൾ മൂവ് ചെയ്യാതിരിക്കുന്നത്. അതാണ് പറഞ്ഞില്ല, ഇപ്പോൾ ചലനം 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 എന്നൊക്കെ ഒരു പാട്ട് പണ്ട് വയലാർ രാമവർമ്മ എഴുതിയിട്ടുണ്ട്. അത് മാർസിൻ്റെ തീസിസ് വെച്ചിട്ട് എഴുതിയതാണ്. ചലനം ഈ ഭൗതിക ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രാമാണികമായ ഒരു അവസ്ഥ നിർണയിക്കപ്പെടുന്നത്, അതിൻ്റെ ഗുണം നിർണയിക്കപ്പെടുന്നത്, അതായത് വരുന്ന അവസ്ഥാ പരിണാമങ്ങളിലൂടെ മനുഷ്യൻ ഗുണപരമായി എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തീരുമാനിക്കുന്ന ഒരു പ്രക്രിയയാണ് ചലനം എന്ന് പറയുന്നത്. ആ ചലനത്തെ ഉപരോധിക്കുന്ന മാർഗങ്ങളിൽ നിന്ന് ഞാൻ ആളുകളെ വിട്ടുമാറാൻ സമ്മതിക്കില്ല എന്ന് പറയാൻ വേണ്ടി നമുക്ക് എന്തിനാ ഒരു ഭരണകൂടം? അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറേ ശവക്കല്ലറകൾ തീർത്താൽ പോരെ? നമുക്ക് ശവക്കല്ലറകൾ മതിയല്ലോ. നമുക്കെന്തിനാണ്? തിന്നാനും വയറ് വളർത്താനും കുറേ പേർക്ക് സുഖിക്കാനും കുറേ പേർക്ക് പ്രസംഗിക്കാനും അത് കേട്ടുകൊണ്ട് കുറേ പേർക്ക് ഇരിക്കാനും അവരെ ചവിട്ടാനും തൊഴിക്കാനുമുള്ള ഒരു പ്രത്യേക ഭരണവ്യവസ്ഥയിൽ ചലനത്തിൻ്റെ മൗലികാവകാശം നഷ്ടപ്പെട്ടിട്ട്, ഈ പറഞ്ഞതുപോലെ അത് മൗലികാവകാശം എന്നുള്ള അല്ല, അത് ശാസ്ത്രീയവും പ്രകൃതിപരവും പ്രകൃതിദത്തവുമായ ഒരു ജീവിയുടെ അവകാശമാണ്. നമ്മൾ എവല്യൂഷൻ്റെ ഈ ഘട്ടത്തിലൂടെ പഠിക്കുമ്പോഴത്തേക്ക് ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്കുള്ള ഒരു നീക്കം എന്ന് പറയുന്നതിൽ നിന്നാണ്, ആ ഒരു നീക്കത്തിൽ നിന്നാണ് പിന്നീട് വരുന്ന റിലേറ്റിവിറ്റി തിയറി മുതലുള്ള എല്ലാ തിയറികളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ തരത്തിലുള്ള ഒരു ഡൈനമിസം എന്ന് പറയുന്നതിൻ്റെ അളവിൽ നിന്നാണ്. എത്ര വേഗത്തിലൊന്ന് സഞ്ചരിക്കുന്നു, പ്രകാശവേഗം, അല്ലെങ്കിൽ പല രൂപത്തിലുള്ള വേഗങ്ങൾ. അപ്പോൾ വേഗം എന്ന് പറയുന്നത് എന്താണ്, ഈ ദൂരത്തെ മറികടക്കുന്ന ഒരു പ്രക്രിയയാണ്. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇതിൽ ചെറിയ ചെറിയ ക്ലാസ്സുകളിൽ ശാസ്ത്രം പഠിച്ചുകൊണ്ട് വരുന്നത്. ഇതില്ലാതാകുമ്പോൾ നമ്മുടെ ജീവിതം കെട്ടുപോവുകയാണ്.
ഇപ്പോൾ ഒരു പുതിയ ഗവൺമെൻറ്റിൻ്റെ നയപ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു ബോൾഡ്നെസ് നമ്മൾ കാണിക്കണം. അതായത് ഈ പറഞ്ഞതുപോലെ മൂക്കിൽ ഇതും കെട്ടിക്കൊണ്ട് നടന്നതുകൊണ്ടോ, അല്ലെങ്കിൽ 11 വാക്സിൻ പലയിടത്തു നിന്നും വാക്സിൻ കൊണ്ടുവന്ന് എല്ലാവർക്കും ഒന്ന് വാക്സിൻ, മുഴുവൻ ആൾക്കാർക്കും ഒന്ന് വാക്സിൻ കൊടുത്തത് കൊണ്ടോ ഈ ഈ നമുക്ക് നമ്മുടെ ജീവിതത്തെ തിരിച്ചു പിടിക്കാൻ പറ്റില്ല. നമ്മൾ കുറേ ഇതൊക്കെ മാറ്റി നിർത്തിയിട്ട് ഇതൊക്കെ ഉണ്ടായിരിക്കുക തന്നെ ഒരു ഭാഗത്ത്. ഇപ്പം ഇന്ത്യയിൽ ഒരു ദിവസം 1,50,000 പേര് വാഹനാപകടത്തിൽ മരിക്കുന്നുണ്ട്. ക്യാൻസർ കൊണ്ട് എത്ര പേര് മരിക്കുന്നുണ്ട്? ലക്ഷക്കണക്കിന് ആളുകൾ മരിക്കുന്നുണ്ട്. 4-5 ലക്ഷം പേര് ക്യാൻസർ കൊണ്ട് മരിക്കുന്നുണ്ട്. ഇവിടെ ഈ ഇതുകൊണ്ട് മരിച്ചു എന്ന് പറയുന്നവരുടെ കണക്ക് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനേക്കാളൊക്കെ വളരെ ചെറിയ തരത്തിലുള്ള മരണങ്ങളെ നടന്നിട്ടുള്ളൂ. അപ്പോൾ ഈ ക്യാൻസർ കൊണ്ടും റീനൽ ഫെയിലിയർ കൊണ്ടും മറ്റു പലതരം ഈ കാർഡിയാക് അറസ്റ്റ് കൊണ്ടുമൊക്കെ ആളുകൾ നിരന്തരമായിട്ട് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. കുഴഞ്ഞു വീണ് മരിക്കുന്നവരുടെ ലിസ്റ്റ് നമ്മൾ ദിവസം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് പേര് അങ്ങനെ പലതരത്തിൽ മരിക്കുന്നുണ്ട്. പല രോഗങ്ങൾ കൊണ്ട് മരിക്കുന്നുണ്ട്, രോഗം വരാതെ മരിക്കുന്നുണ്ട്, അപകടങ്ങൾ കൊണ്ട് മരിക്കുന്നുണ്ട്, തൂങ്ങി മരിക്കുന്നുണ്ട്, ജീവിത നൈരാശ്യം കൊണ്ട് മരിക്കുന്നുണ്ട്, ഇനി ജീവിക്കാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞ് മരിക്കുന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് മരണങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. അതൊന്നും മരണങ്ങളല്ലേ? നിങ്ങൾ ഈ പറഞ്ഞ ഒരു പ്രത്യേക SARS CoV-2 കൊണ്ട് നിങ്ങൾക്ക് തലവേദനയും പനിയും നടുവേദനയും ഉണ്ടായി, അതുകൊണ്ട് മാത്രമേ ലോകത്താളുകൾ മരിക്കൂ. അപ്പോൾ ആ മരണത്തെ പേടിച്ച് ഈ ബാക്കിയുള്ള എല്ലാം നമ്മൾ മാറ്റി വയ്ക്കണമെന്ന് പറയുമ്പോഴത്തേക്ക് അതിനേക്കാളും വലിയ കടുത്ത മരണങ്ങൾ നമ്മളെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കടുത്ത മരണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെഡിക്കൽ ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി 6 വഷളാകാനില്ല. ഇതിൽ ഈ കോവിഡ് കൂടി വന്നതോടുകൂടി കോവിഡ് കൂടിയാണ് മുഴുവൻ ചികിത്സയും നടത്തേണ്ടത് എന്നുള്ളൊരു തരത്തിൽ നിങ്ങൾക്ക് ആശുപത്രികൾക്ക് ഗൈഡൻസ് കൊടുത്തിരിക്കുകയാണ്. ആര് ചെന്നാലും ആദ്യം കോവിഡ് ഉണ്ടോ എന്ന് നോക്കൂ. കോവിഡ് എന്തുവാ? നിങ്ങൾ ആരുടെയെങ്കിലും ബന്ധുവാണോ കോവിഡ് എന്ന് പറയാനായിട്ട്? നിങ്ങൾക്ക് എന്തെന്ന് വ്യക്തതയില്ലാത്തൊരു കാര്യം, എവിടെ നിന്ന് എങ്ങനെ ഉണ്ടായി വന്നു എന്നുള്ളതിനെപ്പറ്റി വ്യക്തതയില്ലാത്തൊരു കാര്യം. ഒരിക്കലും 2003 SARS CoV എന്ന് പറഞ്ഞ ഒരു സാധനം ഇവരിങ്ങനെ അങ്ങനെ ഒരു പേര് കൊടുത്ത് ഒരു വൈറൽ ഡിസീസിനെ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തു എന്ന് പറയുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ വേറൊരു രൂപാന്തരം ഇവിടെ ഉണ്ടായി എന്ന് പറയുന്നു. അല്ല, അതിനെക്കുറിച്ച് നമുക്ക് യാതൊരു ധാരണയും ഇല്ല. എത്ര പേരെ കൊന്നു എന്നുള്ളതിനെക്കുറിച്ചൊന്നും നമുക്ക് യാതൊരു ധാരണയും ഇല്ല. ഒരു ധാരണയില്ലായിരിക്കെ നിങ്ങൾ അതിനെ പേടിച്ച് ഈ ലോകം മുഴുവനും കെട്ടിയടയ്ക്കണമെന്ന് പറയുന്നതിനകത്ത് എന്താ? ഞാൻ പറഞ്ഞില്ലേ ഇന്നിപ്പോൾ ഞാൻ പത്രം വായിക്കുമ്പോഴത്തേക്ക് ശൈലജ ടീച്ചറിൻ്റെ ഡിഫൻസും കോൺഗ്രസ്സുകാരുടെ ആരോപണവും വായിച്ചു. രണ്ടും ഒരേപോലെ ഭയങ്കരമായ വാപിളപ്പന തമാശകളാണ്. ഇങ്ങനെയൊന്നും വന്ന് സംസാരിക്കരുത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ ജനങ്ങൾ നിങ്ങളെ പ്രതിനിധികളെന്ന് പറഞ്ഞ് തിരഞ്ഞെടുത്തവരാണ്. ടീച്ചർ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ യഥാർത്ഥത്തിൽ മരിച്ചവരുടെ കണക്ക് പറയുന്നതിന് പകരം അവരുടെ കണക്ക് കുറച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസ്സുകാർ ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ നമുക്ക് സമ്മതിക്കാം. ഇത് ആരാണ് പറഞ്ഞത് ഇവിടെ കണക്ക് കുറച്ച് പറഞ്ഞത്? കണക്ക് കുറച്ച് പറയണമെന്നാണോ? കണക്ക് ശൈലജ ടീച്ചർ നമ്മുടെ മന്ത്രിയായിരുന്ന ആളാണല്ലോ. ശൈലജ ടീച്ചറിൻ്റെ മുകളിൽ അങ്ങ് പറഞ്ഞില്ല, ഇന്നിപ്പോൾ രാവിലെ അങ്ങ് കത്തി നിൽക്കുന്ന ഒരു വലിയ പ്രവേശനോത്സവം നടന്നപ്പോഴത്തേക്ക് അങ്ങ് ആകാശത്തോളം കത്തി നിൽക്കുന്ന അതിപ്രഗത്ഭനായ ഒരു മുഖ്യമന്ത്രി ഉണ്ടല്ലോ. ഇത് കണക്ക്, അതായത് മരിച്ചവരുടെ കണക്ക് കൂട്ടിപ്പറയണമെന്നാണോ കുറച്ച് പറയണമെന്നാണോ നമുക്ക് നിർദ്ദേശം കിട്ടിയിട്ടുള്ളത്? സത്യസന്ധമായിട്ട് പറയണം. അത് ശൈലജ ടീച്ചറായാലും അത് പിണറായി വിജയനായാലും പിന്നെ മറ്റേ പേരെന്താ സതീശനായാലും അത് രമേശ് ചെന്നിത്തലയായാലും പിന്നെ സുരേന്ദ്രൻ ഈ കാര്യങ്ങളെപ്പറ്റി പിടിപാടില്ല. മറ്റേ പണത്തിൻ്റെ ഏർപ്പാടുമായിട്ടൊക്കെ നടക്കുന്നുണ്ട്. അദ്ദേഹത്തോട് ഈ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല, ഏത് സാഹസം എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കും. അപ്പോൾ അതുമല്ല, അവിടെ ഒന്നും ഇതൊന്നും ഏക്കാനും പോകുന്നില്ല, ഒരു വൈറസും അവിടെ ഏക്കത്തുമില്ല. അപ്പോൾ ഈ ഒരു മനസ്സിലാക്കേണ്ട ഒരു പ്രാഥമികമായൊരു ചോദ്യം ഇന്നലെ മുതൽ ഒരുപാട് കാലമായിട്ട് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. WHO-യും ICMR-ഉം കണക്ക് പെരുപ്പിച്ച്, അതായത് കോവിഡ് മൂലം മരിച്ചിട്ടില്ലാത്തവരെ കൂടി കോവിഡ് രോഗികളായിട്ട് ഉൾപ്പെടുത്തണമെന്നാണോ പറഞ്ഞിട്ടുള്ളത്? അതല്ല, കോവിഡ് മൂലം മരിച്ചവർ കോവിഡ് മൂലം മരിച്ചിട്ടില്ല എന്ന കണക്ക് എഴുതണമെന്നാണോ പറഞ്ഞിട്ടുള്ളത്? നിങ്ങൾ പറഞ്ഞു എന്ന് ഞാൻ പറയുന്നില്ല, ശൈലജ ടീച്ചർ അങ്ങനെ പറഞ്ഞെന്നോ പിണറായി വിജയൻ അങ്ങനെ പറഞ്ഞെന്നോ ഞാൻ പറയുന്നില്ല. നിങ്ങൾ ആരും അങ്ങനെ
ഈ കോവിഡ് മൂലം മരിച്ചവരെ കോവിഡ് മൂലം അല്ല മരിച്ചത് എന്ന് വരുത്തി തീർക്കണമെന്ന് നിങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. കേരളത്തിൽ ആരും പറഞ്ഞിട്ടില്ല, ഇന്ത്യയിൽ ആരും പറഞ്ഞിട്ടില്ല. ഇന്ത്യയിൽ ആരും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഒരു സംസ്ഥാന ഗവൺമെൻറ്റും പറഞ്ഞിട്ടില്ല. ഇന്ത്യയിലെ ICMR പറഞ്ഞിട്ടുണ്ട്. ICMR പറഞ്ഞിട്ടുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ICMR മറ്റതിൻ്റെ മെഗാഫോൺ ആയതുകൊണ്ട് പറഞ്ഞതാണ്, WHO മെഗാഫോണായിട്ടാണ്. അതേസമയം കോവിഡ് കൊണ്ട് അല്ലാതെ മരിച്ചവരെ കോവിഡ് രോഗികളാക്കി കണക്കാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നിഷേധിക്കാമോ? നിങ്ങൾ ഒരു നിയമസഭയിൽ ഒരു ഡിബേറ്റിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങളൊരു നിയമസഭാ സാമാജിക എന്ന നിലയിൽ ശൈലജ ടീച്ചറോടുള്ള മുഴുവൻ ബഹുമാനവും നിർത്തിക്കൊണ്ട് ഇത്രയും കാലം ആരോഗ്യമന്ത്രിയായിരുന്നു എന്നുള്ള നിങ്ങളുടെ ആ ഒരു അനുഭവ പരിചയത്തെ കൂടി കണക്കിലെടുത്തുകൊണ്ട് ഞാൻ നിങ്ങളോട് വളരെ വ്യക്തമായിട്ട് ചോദിക്കും, നിങ്ങൾക്ക് ഇങ്ങനെ കള്ളം പറയാമോ എന്നുകൊണ്ട്? കാണ്ടസാർ പറയുന്ന കണക്ക് കുറച്ച്, കാണ്ടസാർ അങ്ങനെ പറഞ്ഞേക്കും. അതായത് ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ പേര് മരിച്ചവരുടെ എണ്ണം കുറച്ച് കാണിച്ചു എന്നൊക്കെ പറയുന്നത് സാധാരണ ഒരു പ്രതിപക്ഷ രീതിയാണ്. അതായത് ഒരു മഹാമാരി വന്നു, ഇവിടെ മുഴുവനും ഈ മഹാമാരി കാരണം ഇവിടെ ഒരുപാട് പേരങ്ങ് മരിച്ചതിൻ്റെ മുഴുവൻ കണക്ക് തന്നിട്ടില്ല. അതായത് കോവിഡ് മൂലം മരിച്ചവരുടെ മുഴുവൻ കണക്ക് തന്നിട്ടില്ല. ഇതൊരു VD സതീശനൊക്കെ പറയാം, ഒരു VD സതീശനോ ഒരു PC വിഷ്ണുനാഥനോ ഒക്കെ പറയാൻ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞതിൽ ഇങ്ങനെ ഒരു രോഗം വരുന്നു എന്ന് പറയുന്നതും അത് രാജ്യത്തെ ആക്രമിക്കുന്നു എന്ന് പറയുന്നതും ജനങ്ങളുടെ ജീവൻ അപകടത്തിലാണെന്ന് പറയുന്നതും അതൊരു ജീവഭീഷണിയായി തീരുമ്പോൾ അത് ജനജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ള ഇവരുടെ പ്രശ്നമല്ല. പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിലുള്ള ഒരു ഡിബേറ്റ് നടക്കുമ്പോൾ ആ ഡിബേറ്റിൽ ഭരണപക്ഷത്തെ ഒന്ന് ഇരുത്താൻ വേണ്ടി ഇങ്ങനൊരു ആർഗ്യുമെൻ്റ് പ്രതിപക്ഷം കൊണ്ടുവരാം. പ്രതിപക്ഷം എന്ന് വെച്ചാൽ കേരളത്തിൽ പ്രതിപക്ഷം വെച്ചാൽ ആ തരത്തിൽ മനുഷ്യനെന്താണെന്നറിയാതെ, ഈ രോഗം എന്താണെന്നറിയാതെ, നമ്മൾ ഈ ജീവിച്ച ഈ 1.5 വർഷം എന്താണെന്നറിയാതെ, ഈ 1.5 വർഷത്തെ ഈ കേരളത്തിൻ്റെ അവസ്ഥ എന്തെന്നറിയാതെ പറഞ്ഞില്ല. ഇന്നും കോവിഡ് ഭീതി മൂലം തൂങ്ങി മരിച്ച ആളിൻ്റെ റിപ്പോർട്ട് പത്രത്തിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം ഇതെങ്ങനെയാണ് മനുഷ്യരെ ബാധിച്ചിരിക്കുന്നത്. ഈ കോവിഡ് ഭീതി, നിങ്ങൾ ഈ പരത്തുന്ന കോവിഡ് ഭീതി, കോവിഡ് കൊണ്ട് കൂടുതൽ ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്, കൂടുതൽ ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്ന ഒരു പ്രതിപക്ഷമുണ്ടല്ലോ. ഈ പ്രതിപക്ഷത്തിന് എന്തെങ്കിലും മര്യാദ ഉണ്ടെങ്കിൽ അവരാദ്യം എന്താണ് പ്രശ്നമെന്ന് പഠിക്കാൻ ശ്രമിക്കണം. അല്ലാതെ കോവിഡ് മൂലം കൂടുതൽ ആളുകൾ മരിച്ചിട്ട് ഗവൺമെൻറ് കണക്ക് കുറച്ച് കാണിക്കുകയാണെന്ന് പറയുന്ന ആ വിചിത്രമായ നിലപാട് അത് അപഹാസ്യമാണ്. ഒരു പ്രതിപക്ഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അതിനൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു മൂല്യം ഉണ്ടാവണമല്ലോ. അതായത് അധികാരത്തിൽ കയറാൻ വേണ്ടി എന്തെങ്കിലും ഈ ഭരണപക്ഷത്തിനെതിരെ ചില ആരോപണങ്ങൾ ഉന്നയിക്കുക എന്നുള്ളതിൽ കവിഞ്ഞ് പ്രാധാന്യമുള്ളതാണ് മനുഷ്യൻ്റെ ജീവൻ. അത് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഈ പറഞ്ഞില്ലേ 1.5 വർഷക്കാലമായി നമ്മുടെ ജീവിതത്തെ വേട്ടയാടി പിടിക്കുന്ന ഒരു മരണമുണ്ട് എന്ന് നിങ്ങളും ഭരണപക്ഷവും ഒരേപോലെ സമ്മതിക്കുന്നു. മഹാമാരിയെ പ്രതിരോധിക്കുന്നതിൽ ഞങ്ങളും നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട്, ഭരണപക്ഷവും പ്രതിപക്ഷവും ഒപ്പം നിൽക്കുകയാണ് എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ. അങ്ങനെ പറഞ്ഞതിന് ശേഷം നിയമസഭയിൽ ഡിബേറ്റ് വരുമ്പോഴത്തേക്ക് എണ്ണം പെരുപ്പിച്ച് പറയണമെന്ന് കൃത്യമായ നിർദ്ദേശമുണ്ട്. അതാണ് ഞാൻ എപ്പോഴും ആവർത്തിക്കുന്ന ഭംഗിയല്ല. ഇൻകൺക്ലൂസീവായിട്ടുള്ളത്, നെഗറ്റീവായിട്ടുള്ളത്, മറ്റ് രോഗങ്ങൾ കൊണ്ട് മരിച്ചത്, അതൊക്കെ കോവിഡിൻ്റെ പട്ടികയിൽ പെടുത്തണമെന്ന് പറയുന്നത് കോവിഡിൻ്റെ എണ്ണം പെരുപ്പിച്ച് കാണിക്കാനല്ലേ. കോവിഡിൻ്റെ എണ്ണം പെരുപ്പിച്ച് കാണിക്കുന്നതിനാണ്. കോവിഡ് കൊണ്ട് ഒരുപാട് പേര് ലോകത്ത് മരിച്ചു, അതൊരു വലിയ മഹാമാരിയാണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത് ചിലരുടെ താല്പര്യമാണ്. അത് വാക്സിൻ കമ്പനികളുടെ താല്പര്യമാണ്. അത് കോവിഡ് കമ്പോളത്തിൻ്റെ താല്പര്യമാണ്. ഇപ്പോൾ പറഞ്ഞാൽ 30-ലധികം വാക്സിൻ കമ്പനികൾ രംഗത്തുണ്ട്. അവർക്ക് വാക്സിൻ വിൽക്കണമെങ്കിൽ എന്ത് വേണം? ഇത്രയധികം ആൾക്കാർ മരിക്കുന്ന ലക്ഷക്കണക്കിന്, ഇന്ത്യയിൽ തന്നെ ലക്ഷക്കണക്കിന്, 2 ലക്ഷത്തിലധികം ആൾക്കാർ മരിച്ചു എന്നാണ് പറയുന്നത്. അതിപ്പോൾ ക്യാൻസർ കൊണ്ട് 6 ലക്ഷം പേര് മരിക്കുമ്പോഴാണ് ഇതുകൊണ്ട് 2 ലക്ഷം പേര് മരിക്കുന്നത്. കാർഡിയാക് അറസ്റ്റ് കൊണ്ട് എത്ര 10 ലക്ഷം പേര് മരിക്കുമ്പോഴാണ് ഇതുകൊണ്ട് 2 ലക്ഷം പേര് മരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പറഞ്ഞില്ല, എണ്ണത്തിൻ്റെ വലിപ്പം വെച്ചാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഏറ്റവും കൂടുതൽ ഈ മരണകാരകനായ ഒരു രോഗമാണ് ഇതെന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ അതിൻ്റെ ഒരു ഇൻഫെക്ഷ്യസ് നേച്ചറാണ്. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് അറ്റ് എസ്റ്റാബ്ലിഷ്ഡ്. അതിൻ്റെ ഇൻഫെക്ഷ്യസ്നെസ് എവിടെയും എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ ശരിയായിട്ടുള്ള ശുശ്രൂഷകൾ എവിടെയും കൊടുത്തിട്ടില്ല.
ഒരു രോഗിക്കും ശരിയായ ഒരു ശുശ്രൂഷ കൊടുത്തിട്ടില്ല. നിങ്ങൾ വന്ന പാടെ ഒരാളിനെ പിടിച്ചുകൊണ്ട് പോയി കോവിഡ് ആണോ എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് നടത്തും. ആ കോവിഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഫാൾസാണ്. ഇന്നലെ ഞാനതിൻ്റെ ഉദാഹരണം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടെസ്റ്റ് നടത്തിയിട്ട് നിങ്ങളിൽ പറഞ്ഞില്ലേ, നിങ്ങൾ പോസിറ്റീവ് ആണെന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ ഒരു വൈറസിൻ്റെ ഒരു സ്ട്രാൻഡ്, വൈറസിനെ ആയിട്ട് നിങ്ങൾ കാണുകയല്ല, വൈറസിൻ്റെ ഒരു സ്ട്രാൻഡ് നിങ്ങൾ കാണുന്ന ഒരു RNA സ്ട്രാൻഡ്, ഏതിൻ്റെയോ ഒരു RNA സ്ട്രാൻഡ്, അത് ഈ കണ്ടാമിനേഷൻ മൂലമാണ് ഉണ്ടാകുന്നതെന്നാണ് ഈ ലോകത്തിലെ ഏറ്റവും പ്രഗത്ഭമായിട്ടുള്ള ലാബിൽ പോലും കണ്ടാമിനേഷൻ മൂലം ഇങ്ങനെ ഫാൾസ് പോസിറ്റീവായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്. അവരെല്ലാം പിടിച്ച് നിങ്ങൾ പോസിറ്റീവായി അവരുടെ രോഗം നിങ്ങളങ്ങ് സ്ഥിരീകരിക്കുകയാണ്. അതെന്നൊക്കെ പറഞ്ഞാൽ ശുദ്ധമായിട്ടുള്ള അസംബന്ധമാണ്. യാതൊരു ശാസ്ത്രീയമായിട്ടുള്ള മര്യാദയും ഇല്ലാത്ത വൃത്തികെട്ട പ്രവർത്തനമാണ് ഇന്ത്യയിൽ ഇന്ന് വരെ നടന്നുകൊണ്ടിരുന്നത്. അത്രയും ചെയ്തതിന് ശേഷം അവസാനം മരിക്കുമ്പോഴത്തേക്ക് ഈ കാരണങ്ങൾ കൊണ്ടല്ലാതെ മരിക്കുന്നവർ ഈ കാരണം കൊണ്ടാണ് മരിക്കുന്നതെന്ന് എഴുതി ചേർക്കണമെന്നാണ് പറഞ്ഞത്. WHO പറഞ്ഞത് അതാണ്, ICMR പറഞ്ഞത് അതാണ്. എന്നിട്ട് കേരള ഗവൺമെൻറ് ഒരു സ്വന്തം ഡിഫൻസ് എന്തിനാണ്? കേരള ഗവൺമെൻറ്റും അത് തന്നെയാണ് ചെയ്തത്. മറ്റു പല രോഗങ്ങളും കൊണ്ട് മരിച്ചവരെയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ട് ഈ പൊട്ടംകളി ആരുടെ മുമ്പിലാണ് ഈ പൊട്ടംകളി? എന്തിനു വേണ്ടിയാണ് ഈ പൊട്ടംകളി? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജനിച്ച് വീണ ഒരു കുഞ്ഞിനെ കൈകാലുകളിട്ട് ഇളക്കാനുള്ള അവകാശമുണ്ട് പിണറായി വിജയ. ചലിക്കരുത് എന്ന് നിങ്ങൾ ആ കുട്ടിയുടെ പറയരുത്. അല്ലെങ്കിൽ അതിനെ നിങ്ങളൊരു ബെൽറ്റിനുള്ളിലാക്കിയിട്ട് അതിൻ്റെ സ്വാതന്ത്ര്യത്തെ തടയാൻ നിങ്ങൾക്ക് അവകാശമില്ല. അതതിൻ്റെ കൈകാലുകൾ ഇളക്കും, ചെറുതായിട്ടൊന്ന് ചിരിക്കും, ചെറുതായിട്ടൊന്ന് കരയും. അത് മനുഷ്യൻ്റെ അവകാശമാണ്. ആ അവകാശം നിലനിർത്താനുള്ള എല്ലാ സാഹചര്യവും ഇന്ന് കേരളത്തിലുണ്ട്. നമ്മൾ ഭയപ്പെട്ട് പിൻവാങ്ങി, ഭയം എന്ന് പറയുന്ന ഒരു മാനസിക രോഗത്തെ നമ്മൾ സാർവത്രികമായി വികസിപ്പിച്ചെടുത്തിട്ട് ജനങ്ങളെ കൂട്ടിനുള്ളിൽ അടയ്ക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടല്ലോ. നിങ്ങൾ കൈ കഴുകുക, നിങ്ങളുടെ മുഖം കെട്ടിക്കൊണ്ട് നടക്കുക, പിന്നെ നിങ്ങൾ 2 വാക്സിനും എടുക്കുക. 2 വാക്സിൻ എടുത്തതിന് ശേഷവും നിങ്ങൾ അങ്ങനെ കൈയും കാലുമൊക്കെ കെട്ടിക്കൊണ്ട് തന്നെ നടക്കണം. സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. മനുഷ്യനും തമ്മിലുള്ള അകലം പാലിക്കണം. ഇതൊക്കെ വലിച്ചെറിയേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. അത് ഞാൻ പറഞ്ഞില്ലേ, പെട്ടെന്ന് ആൾക്ക് അതിനോട് പൊരുത്തപ്പെടാൻ കഴിയുക. കാര്യം വെച്ചാൽ ഇത്രയും കാലമായിട്ട് നിങ്ങൾ പറഞ്ഞ് ഭയപ്പെടുത്തി മനുഷ്യനെ പറഞ്ഞില്ലേ. ഇപ്പോൾ ചുടല ഭദ്രകാളി നിങ്ങളെ പിടിക്കാൻ വരുന്നു എന്ന് പറയുമ്പോൾ പണ്ടത്തെ ആൾക്കാരെ വിശ്വസിക്കുമായിരുന്നു. അതുകൊണ്ട് ആ ഒരു ചുടല ഭദ്രകാളി ഇവിടെ നിൽക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണമെന്ന് പറയുന്നൊരു മാനസികാവസ്ഥയിൽ ഒരു വലിയ ജനസമൂഹമായിരിക്കും. എന്നാലും മിക്കവാറുള്ള ജനങ്ങൾക്കെല്ലാം അറിയാം ഇത് തട്ടിപ്പാണെന്നുള്ള കാര്യമൊക്കെ ഏതാണ്ട് എല്ലാവർക്കും ഒക്കെ അറിയാം. അത് ആരെങ്കിലും ഒരു 5-10 പേര് അങ്ങനെ ചെയ്തു തുടങ്ങും. പിന്നെ നമ്മൾ കുഞ്ഞുങ്ങളുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കുഞ്ഞുങ്ങളെ നമ്മൾ സ്കൂളുകളിൽ അയക്കണം. വീട്ടിനകത്തിരുത്താനല്ല. നിങ്ങൾ SSLC പരീക്ഷയ്ക്ക് പിള്ളേർ പോയി എഴുതിയത് ഇവിടെ വീട്ടിനകത്തിരുന്നാണ് പരീക്ഷ എഴുതിയത്. അവരവരുടെ സ്കൂളിൽ പോയി തന്നെയാണ് എഴുതിയത്. ഇവിടെ ഒരു അപകടവും സംഭവിച്ചില്ല. അവർ സ്കൂളിൽ പോകും, എഴുതും, പഠിക്കും. അതൊക്കെ അത് കഴിയും. കുറേ നാൾ വേണമെങ്കിൽ അവരത് കെട്ടിക്കൊണ്ട് നടക്കട്ടെ. കുറേ കഴിയുമ്പോൾ അവരത് വലിച്ചെറിയും. അത്രയേ ഉള്ളൂ. ആ വലിച്ചെറിയാനുള്ളൊരു പക്വതയിലേക്ക് അവരെ കൊണ്ടുവരണം പതുക്കെ. അതാണ് ഒരു ഭരണകർത്താവിൻ്റെ ദൗത്യം എന്ന് പറയുന്നത്, ഒരു ഗവൺമെൻറ്റിൻ്റെ ദൗത്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് രാവിലെ ഉത്സവം ഉദ്ഘാടനം ചെയ്യുന്നത് എങ്ങനെയാണ്? ഉദ്ഘാടനം ഇതോ മഹത്തായ പ്രവേശനോത്സവമാണ്. നിങ്ങളുടെ വീടുകളിലേക്കെല്ലാം ഇങ്ങനെ വിദ്യാഭ്യാസം ഇരച്ചു കയറാൻ തുടങ്ങുകയാണ്. അതുകൊണ്ട് നിങ്ങളൊക്കെ വീട്ടിനുള്ളിൽ തന്നെ ഇരിക്കണം. അങ്ങനെ വീട്ടിനുള്ളിൽ തന്നെ ഇരിക്കുന്ന ഒരു ഉത്സവം എവിടെയാണുള്ളത്? വീട്ടിനുള്ളിൽ തന്നെ ഇരിക്കണം, പുറത്തിറങ്ങാൻ പാടില്ല. അങ്ങനെ ഒരു ഉത്സവമുണ്ടോ? മുഖ്യമന്ത്രി കുട്ടികളുടെ അടുത്ത് പറയുകയാണ് നിങ്ങളെല്ലാം വീട്ടിനുള്ളിൽ തന്നെ ഇരിക്കണം. വീട്ടിനുള്ളിൽ തന്നെ ഇരിക്കണമെങ്കിൽ പിന്നെ എന്തോ ഉത്സവം എന്ന് പറയുന്നത് ജനങ്ങളുടെ ഫെസ്റ്റിവിറ്റിയാണ്. കൊച്ചു കുട്ടികൾ അവരാദ്യമായിട്ട് വിദ്യാലയത്തിൽ പ്രവേശിക്കുമ്പോൾ അവരുടെ ഒരു ഫെസ്റ്റിവിറ്റിയാണ്, അവരുടെ ഒരു ആഘോഷമാണത്. ആ ആഘോഷത്തിൽ നിങ്ങൾ എല്ലാവരും വീട്ടിനകത്തിരുന്നിട്ട് മറ്റതിലോട്ട് നോക്കിയിട്ട് അല്ലെങ്കിൽ ഇതിലോട്ട് നോക്കിയിട്ട് അതിലെന്ത് പറയുന്നു, അവിടുത്തെ അധ്യാപകൻ എന്ത് പറയുന്നു, എന്ത് പഠിപ്പിക്കുന്നു എന്ന് പറയാൻ വെച്ചാൽ ഇത് മെക്കാനിക്കലി വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അത്രയ്ക്ക് യാന്ത്രികമായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രക്രിയയൊന്നും അല്ല. അങ്ങനെയൊന്നും അല്ല. ഒരു കുട്ടി പഠിക്കുന്നു എന്ന് പറയുന്നത് ഒരു കുട്ടി വളരുന്നു എന്നുകൂടി അതിനകത്ത് അർത്ഥമുണ്ട്. സാമൂഹ്യമായി, രാഷ്ട്രീയമായി, സാംസ്കാരികമായി വളരുന്നു എന്നുകൂടി അതിനകത്ത് അർത്ഥമുണ്ട്. സാമ്പത്തികമായ അസ്തിത്വത്തെ
പ്രധാനമായി കണ്ടുകൊണ്ട് അതിൻ്റെ മാർഗങ്ങൾ അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ഒരു പൗരൻ്റെ ബോധം ആ കുട്ടിയുടെ ഉള്ളിലുണ്ടാകണം. അതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ എൻ്റെ വയറ് വളർത്തുക എന്നുള്ളതല്ല, എൻ്റെ സമൂഹം, എൻ്റെ രാഷ്ട്രം, ഈ മനുഷ്യരാശി നിലനിൽക്കുന്നിടത്തോളം കാലം നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെപ്പറ്റി ഒരു കൺസെപ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്ന സംഭവമാണ് വിദ്യാഭ്യാസം. അതിന് നീ നിൻ്റെ വീട്ടിനകത്തിരുന്നിട്ട് ഇതിലോട്ട് മൊബൈലിലോട്ട് നോക്കിക്കൊണ്ടിരുന്നാൽ മതി, അല്ലെങ്കിൽ ഞാൻ തരുന്ന ലാപ്ടോപ്പിലോട്ട് നോക്കിക്കൊണ്ടിരുന്നാൽ മതി. അവിടെ നിന്നുകൊണ്ട് അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക വന്നിട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്ന് വിശദീകരിക്കും. അതെല്ലാം കേട്ട് പഠിച്ച് അത് എഴുതി പരീക്ഷ എഴുതി ജയിക്കുക, അതാണ് വിദ്യാഭ്യാസം. ഒന്നും വന്ന് പറയരുത്. നിങ്ങൾക്ക് വിദ്യാഭ്യാസം എന്താണെന്ന് അറിഞ്ഞൂടാ, നിങ്ങൾക്കത് മനസ്സിലാവുകയില്ല. മനസ്സിലാവുമായിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ളൊരു മനുഷ്യനാവുകയില്ലായിരുന്നു. നിങ്ങൾ ഇങ്ങനെയുള്ളൊരു മനുഷ്യനാകുക എന്ന് പറയുമ്പോൾ, മനുഷ്യനെന്ന് നിങ്ങൾ വിളിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ബഹുമതിയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ ആവുകയില്ലായിരുന്നു. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഒരു പ്രവേശനോത്സവത്തിൽ വന്നിട്ട് കുട്ടികളുടെ അടുത്ത് വീട്ടിനകത്ത് തന്നെ എല്ലാവരും ഇരിക്കാനാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഉത്സവം നടത്തുന്നത്? കുട്ടികളുടെ അടുത്ത് വീട്ടിനകത്ത് ഇരിക്കാൻ പറയാൻ വേണ്ടി എന്തിനാണ് ഉത്സവം നടത്തുന്നത്? എന്തൊന്ന് ഉത്സവമാണത്? നിങ്ങൾ ഒരു ശിവൻകുട്ടി മന്ത്രിക്കും ആൻ്റണി രാജു മന്ത്രിക്കും പിന്നെ വേറെ ഏതോ ഒരു കക്ഷി ഒരു വർഷം കൊണ്ട് ഇവിടെ ഈ ഒരു ലേണിങ്ങിലൂടെ ഉണ്ടായ മഹാത്ഭുതം എന്താണെന്ന് പറഞ്ഞ് വിശദീകരിക്കുന്ന മറ്റൊരുത്തൻ അവിടെ നിന്ന് സംസാരിക്കുന്നു. വിദ്യാഭ്യാസം എന്താണെന്ന് ഈ മനുഷ്യൻ്റെ അടുത്തുകൂടെ പോയിട്ടില്ല. എന്താണ് വിദ്യാഭ്യാസം എന്ന് പറയുന്ന പ്രക്രിയ? അതൊരു ചരിത്ര പ്രക്രിയയാണ്, അതൊരു സമര പ്രക്രിയയാണ്. അതുകൊണ്ടാണ് പണ്ട് പറഞ്ഞില്ലേ, നിങ്ങളെപ്പോലെയൊന്നും അത്രയും വിദഗ്ധനല്ലെങ്കിൽ പോലും, അത്രയും വലിയ പുരോഗമനവാദി അല്ലെങ്കിലും, എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് സാമൂഹ്യ പരിവർത്തനത്തിനുള്ളൊരു ആയുധം ആണ് എന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റുവിൻ്റെ സുഹൃത്തായ ഡോക്ടർ കൊത്താരിയാണ്. സാമൂഹ്യ പരിവർത്തനത്തിനുള്ള ആയുധമാണ്. ഇന്ന് ഒരുത്തൻ അവിടെ നിന്ന് ഇതിൻ്റെ ഏതോ ഒരു ഗവൺമെൻറ് IAS ഓഫീസർ ആണ്. സാധാരണ ഇതിൽ ഒരു IAS ഓഫീസർക്കുണ്ടാകുന്ന വിവരം അയാൾക്കുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ വിവരത്തിന് ഒപ്പിച്ച് നിന്നുകൊണ്ട് പ്രസംഗിക്കുമ്പോഴത്തേക്ക് വിദ്യാഭ്യാസത്തിന് ഒരുപാട് ഡയമെൻഷനുണ്ട് എൻ്റെ കുഞ്ഞെ. ഇവിടെ വന്നുകൊണ്ട് ഈ പറഞ്ഞില്ലേ, ഭരണാധികാരികളെ സ്തുതിക്കുന്നതല്ല വിദ്യാഭ്യാസ പ്രവർത്തനം എന്ന് പറയുന്നത്. അത് പറയില്ല. അത് ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞത് കൊത്താരിയാണ്. സാമൂഹ്യ പരിവർത്തനത്തിനുള്ള ആയുധമാണ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സമൂഹം നിരന്തരമായി ചലിച്ചുകൊണ്ടിരിക്കും, പരിവർത്തിച്ചുകൊണ്ടിരിക്കും, സാമൂഹ്യ വ്യവസ്ഥകൾ പരിവർത്തിച്ചുകൊണ്ടിരിക്കും. അതിനുള്ള ഒരു ചാലക ശക്തിയാണ്, അതിൻ്റെ ആയുധമാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അത് പറഞ്ഞില്ല. അതുകൊണ്ടാണ് ബ്രക്ത് പറഞ്ഞത്, വിശക്കുന്ന മനുഷ്യ നീ പുസ്തകം കയ്യിലെടുക്കും, പുസ്തകം ഒരു ആയുധമാണ് എന്ന് ബ്രക്ത് എന്ന് പറഞ്ഞ വേറൊരാൾ പറഞ്ഞിട്ടുണ്ട്. ഇത് വെറുതെ അയാൾ തമാശയ്ക്ക് പറഞ്ഞതാണെന്ന്. പുസ്തകം ഒരു ആയുധം. പുസ്തകം എന്തൊന്നും ആയുധം? പുസ്തകം കാണാപ്പാഠം പഠിക്കാനുള്ളതല്ലേ. കാണാപ്പാഠം പഠിച്ചൊരു IAS പരീക്ഷ കിട്ടി, ഒരു റാങ്ക് കിട്ടി, അത് കഴിഞ്ഞ ശേഷം ഒരു ഉദ്യോഗം കിട്ടി. പിന്നെ കാണുന്ന എല്ലാ ഏമാന്മാരെയും തൊഴുതുകൊണ്ട് അവരുടെ പിറകെ ഫയലും കൊണ്ട് നടക്കുന്ന ജോലി കിട്ടി. അതാണ് വിദ്യാഭ്യാസം എന്നാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. അല്ല കുഞ്ഞെ, അല്ല. അതൊന്നും അല്ല വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മൾ പറഞ്ഞില്ലേ, ഒരു വലിയ കെണിയിലകപ്പെട്ടു. ലോക ആരോഗ്യ സംഘടന ഒരുക്കിയ ഒരു കെണിയിൽ അകപ്പെട്ടു. എന്നുവെച്ചാൽ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ, യാതൊരു തത്വദീക്ഷയുമില്ലാതെ ഈ പറയുന്ന SARS-CoV-2 എന്ന് പറയുന്നത് ഒരു പാൻഡമിക് ആണെന്ന് പ്രഖ്യാപിക്കുമ്പോൾ അതിനടിസ്ഥാനമായിട്ടത് ചൈനയിലുണ്ടായി. ഒന്നിലധികം രാജ്യങ്ങളിൽ ഒരു ഇൻഫെക്ഷ്യസ് ഡിസീസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പാൻഡമിക് ആകില്ല. പാൻഡമിക് എന്ന് പറഞ്ഞാൽ ഒരു പകർച്ചവ്യാധിയാകണം. ഒരു ഇൻഫെക്ഷ്യസ് ഡിസീസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ പകർച്ചയുടെ ഇതുണ്ടെങ്കിൽ പോലും അങ്ങനെ വ്യാപകമായ അങ്ങനെ ഒരു പകർച്ചയുടെ ലെവലിൽ എത്തുന്നതിന് മുമ്പ് 1-2 രാജ്യങ്ങളുണ്ടായപ്പോഴേ പാൻഡമിക് എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചിട്ട് തുടങ്ങിയതാണ് WHO ഈ കളി. അതിനകത്തൊരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തെ പരിവർത്തിപ്പിക്കുന്ന ആയുധമാണ് വിദ്യാഭ്യാസം. ആ രാഷ്ട്രീയത്തെ വലിച്ചെറിയുന്ന ആയുധമാണ് വിദ്യാഭ്യാസം. അതിനെ പൊളിച്ചു കാട്ടുന്ന ആയുധമാണ് വിദ്യാഭ്യാസം. അതാണ് വിദ്യാഭ്യാസം. അതിൻ്റെ കള്ളത്തരമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ കോവിഡ് രോഗികളല്ലാത്തവരെ കോവിഡ് രോഗികളായി ഉൾപ്പെടുത്തി കള്ളക്കണക്കുണ്ടാക്കണമെന്ന് രാജ്യങ്ങളോട്
അതായത് ഒരു WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു തസ്കര സംഘടന അല്ലെങ്കിൽ ക്രിമിനലുകളുടെ ഒരു സംഘടന രാഷ്ട്രത്തലവന്മാരോട് പറയുകയാണ്, അല്ലെങ്കിൽ ഓരോ രാജ്യത്തെയും അവിടുത്തെ വൈദ്യശാസ്ത്ര സമിതികളോട് പറയുകയാണ്, നിങ്ങൾ കണക്കുണ്ടാക്കുന്നത് എങ്ങനെ, മരിക്കുമ്പോൾ ഒരാൾ എങ്ങനെ മരിച്ചു എന്ന് കണക്കുണ്ടാക്കാൻ WHO കാരൻ പറയണോ? അതിൻ്റെ ഗൈഡ് ലൈൻ കൊടുക്കാൻ WHO കാരനാണോ നടന്നുകൊണ്ടിരിക്കുന്നത്? എൻ്റെ നാട്ടിലൊരാൾ മരിക്കുമ്പോഴത്തേക്ക് WHO നാളെ ഒന്ന് നോക്കൂ എങ്ങനെയാണ് മരിക്കുകയെന്ന് അറിയാനായിട്ട്. എന്ത് കാരണത്താലാണ് മരിക്കുകയെന്ന് അറിയാൻ സ്വാഭാവികമായിട്ടും കഴിവുള്ള ഡോക്ടർമാരുണ്ട്. അവരെ നിങ്ങൾ നശിപ്പിച്ച് കഴിഞ്ഞു. അവർക്ക് ഇപ്പോൾ ആശുപത്രി പ്രവേശനമില്ല. ഇപ്പോൾ ആശുപത്രിയിൽ നിങ്ങൾ ചെല്ലുകയാണെങ്കിൽ ആദ്യം നോക്കുന്നത് കോവിഡ് ഉണ്ടോ എന്നാണ്. കോവിഡ് എവിടെ ഉണ്ടെന്നുള്ളതാണ്. കോവിഡ് ഒരു പരിശോധന നടത്തും. കോവിഡ് ഇല്ലെങ്കിലും ഇപ്പോൾ പറഞ്ഞില്ലേ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഇതൊക്കെ പൊളിഞ്ഞു പറഞ്ഞില്ലേ, ഇപ്പോൾ ഇത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണെന്ന് തെളിഞ്ഞു. ഒരു വൈറൽ ഇൻഫെക്ഷനും ആരും എവിടെയും കാണുന്നില്ല. അതുകൊണ്ട് ഉടനെ അതിനൊരു എക്സ്റേ എടുക്കുന്നു. എക്സ്റേ എടുക്കുമ്പോഴത്തേക്ക് എക്സ്റേയിൽ അവിടെ ഇവിടെ ഇങ്ങനെ ബാക്ടീരിയ ഉണ്ടോ എന്നൊരു സംശയം തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു പൾമണോളജിസ്റ്റിനെ കാണാൻ പറയുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വൃത്തികെട്ട ഏർപ്പാടുകൾ നിങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ഈ ക്യാൻസർ ചികിത്സ എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു ഭയങ്കര അട്രോസിറ്റി രാജ്യത്തുണ്ട്, ഒരു ഭയങ്കരമായ അട്രോസിറ്റി. അതുപോലെ ഒരുപാട് കുഴപ്പങ്ങൾ പറയല്ലേ. വൈദ്യശാസ്ത്ര ബിരുദം നേടിയതിൻ്റെ പേരിൽ നിങ്ങൾക്ക് ജോലി വേണം, സമ്മതിച്ചു. നിങ്ങളൊരു ഓങ്കോളജിസ്റ്റായിട്ട് നിങ്ങൾ ഒരു ജില്ലാ സ്ഥാപന ഒരു ജില്ലയിലെ ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ, പ്രൈവറ്റ് ആയിട്ടുള്ള ആശുപത്രിയിലോ ഗവൺമെൻറ് ആശുപത്രിയിലോ ചെന്ന് ചേരും. നിങ്ങൾക്ക് ചെല്ലുമ്പോഴത്തേക്ക് പണ്ട് മുതലേ ആളെല്ലാം നേരെ അങ്ങ് RCCയിലാണ് പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് അത് വികേന്ദ്രീകരിച്ച് ഇവിടെ വരുന്ന ക്യാൻസർ രോഗികളാരും നിങ്ങളുടെ അടുത്ത് വരുന്നില്ല. വരാതിരിക്കുമ്പോൾ നിങ്ങളുടെ സുഹൃത്ത്, അടുത്തിരിക്കുന്ന ആശുപത്രിയിൽ ഇരിക്കുന്ന സുഹൃത്ത് എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റുമായിട്ട് ആരെങ്കിലും ചെല്ലുമ്പോഴത്തേക്ക് അത് മാലിഗ്നൻസി സസ്പെക്റ്റ് ചെയ്യുന്നെന്നും പറഞ്ഞൊരു ഗ്രൂപ്പ് എഴുതി കൊടുക്കും. ഉടനെ ലാബിൽ നിന്ന് ഇത് മാലിഗ്നൻസി തന്നെയാണ്, അതിൻ്റെ ബയോപ്സി നടത്തുന്നു, അതിൻ്റെ ഹിസ്റ്റോളജിക്കൽ സ്റ്റഡി നടത്തുന്നു, അത് സർട്ടിഫൈ ചെയ്യുന്നു, കൊടുത്തതിന് ശേഷം നിങ്ങൾ ഒരാളെ കൊല്ലുന്നു. അതാണിപ്പോൾ ഈ ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഈ പറഞ്ഞില്ലേ, ഓങ്കോളജിയുടെ ഡീസെൻട്രലൈസേഷനിലൂടെ ഇപ്പോൾ കേരളത്തിൽ നടന്നു. പണ്ട് ഇത് ഒരു 1-2 ഡോക്ടർമാർ കൂടി അല്ലെങ്കിൽ അവിടെയുള്ള കച്ചവടക്കാർ കൂടി RCCയിൽ ഇങ്ങനെ ഭീകരമായ കച്ചവടം നടക്കുന്നുവെന്നും ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളായിട്ട് വലിയ വില കൂടിയ മരുന്നുകൾ വാങ്ങിയിട്ട് ഈ പറഞ്ഞില്ലേ കീമോതെറാപ്പി കൊടുത്ത് ജനങ്ങളെ ജീവച്ഛവങ്ങളാക്കി തീർക്കുന്നു പരാതി പറഞ്ഞൊരു യോഗ്യന അതിനേക്കാളും ഭീകരനായിട്ടുള്ള ഒരു ക്യാൻസർ വ്യവസായിയായി കേരളം കണ്ട ഏറ്റവും ഭീകരനായ ക്യാൻസർ വ്യവസായിയായി അങ്ങനെ തിളങ്ങി നിൽക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ വ്യവസായം ക്യാൻസർ വ്യവസായമാണ് കേരളത്തിലെ ഏറ്റവും വലിയ വ്യവസായം എന്ന് പറയുന്നത്. അവിടെ ഒരു കായൽ തീരം എന്ന് പറയുന്ന ഒരു ആശുപത്രിയുണ്ട്. അവിടെ രോഗികളുടെ നിന്ന് വാങ്ങുന്ന ചാർജുണ്ട്. ഇപ്പോൾ ഇവിടെ രോഗികളുടെ ചാർജ് വാങ്ങുന്നതിനെ പറ്റി ഇവിടെ ഭയങ്കര പരാതി വരുന്നുണ്ടല്ലോ. അവിടെ ചെല്ലുന്നവരെല്ലാം അങ്ങ് ഭയങ്കര സ്വർഗരാജ്യത്ത് നിന്ന് വരുന്നവരാണ് കായൽ തീരത്ത്. അവരും ഈ പറയുന്ന ക്യാൻസർ എന്ന് പറയുമ്പോഴത്തേക്ക് പകുതി ജീവൻ പോകും. നിങ്ങൾക്ക് മാലിഗ്നൻസി ഉണ്ട് എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഒരു രോഗിയുടെ പാതി മുക്കാൽ ജീവൻ പോവുകയാണ്. ഇതെന്തോ വളരെ അപകടകരമായ ഒരു അവസ്ഥയാണ്, ഇനി രക്ഷപ്പെടാൻ പ്രയാസമാണെന്നൊരു ബോധം അപ്പം തന്നെ ഉണ്ടാകുകയാണ്. പിന്നെ അസാമാന്യമായ ധൈര്യമുള്ള ഒരാളാണെങ്കിൽ പറയും നീ പോടാന്ന് പറയും, വരെയാണെങ്കിൽ വരുമ്പോൾ കാണാമെന്ന് പറയും, അല്ലെങ്കിൽ അതിൻ്റെ ചികിത്സ എടുക്കാമെന്ന് പറയും. അങ്ങനെ നിങ്ങൾ ഒരു മാലിഗ്നൻസിയുടേതായിട്ടുള്ളൊരു ഫൈൻഡിങ്, ഒരു ഫാൾസ് ഫൈൻഡിങ് ഉണ്ടാക്കുമ്പോൾ തന്നെ നിങ്ങൾ മനുഷ്യനെ പകുതി കൊല്ലുകയാണ്. അത് ഓരോരുത്തരും ആലോചിക്കണം. അതായത് ഈ പറഞ്ഞില്ലേ മനുഷ്യൻ്റെ ജീവരക്ഷാ രംഗത്ത് പ്രവർത്തിക്കുന്നവരാണ് വൈദ്യന്മാർ അല്ലെങ്കിൽ ഡോക്ടർമാരെന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ആയുർവേദ വൈദ്യന്മാരെ പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല, വേറെ ആരെപ്പറ്റിയും ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ജീവൻ വെച്ച് കളിക്കുന്നവരാണ്. നിങ്ങൾക്കും അച്ഛനോ അമ്മയും സഹോദരങ്ങളും കുട്ടികളും ഉണ്ട്, അവർക്കും ഇതുപോലെ ജീവനുണ്ട്. ആ ജീവൻ വെച്ച് വേറെ ആരെങ്കിലും കളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അജ്ഞത കൊണ്ട് ചെയ്യാം, മനസ്സിലാക്കാം, അവിവേകം കൊണ്ട് ചെയ്യാം. പക്ഷേ മനഃപൂർവ്വം കാശുണ്ടാക്കാൻ വേണ്ടി ഇല്ലാത്ത രോഗം ഒരാളുടെ മേലെ ആരോപിച്ചിട്ട് അവനെ ഈ പറഞ്ഞതുപോലെ കീമോയ്ക്കും മറ്റതിനുമൊക്കെ വിധേയമാക്കിയിട്ട് കുറേ കഴിഞ്ഞിട്ട് ഓപ്പിയവും സ്റ്റിറോയിഡും കൊടുത്ത് കൊല്ലുക.
അങ്ങനെ കൊല്ലുന്ന അറവുശാലകളായിട്ട് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ പറഞ്ഞില്ലേ, പണ്ട് അത് ഒരു 1-2 സെൻറ്റേഴ്സും അതിപ്പോൾ RCC ഇതിൻ്റെ ഒരു സെൻറ്റർ ആയിരുന്നുകൊണ്ടാണ് ഒരാൾ അവിടെ നിന്ന് കലഹിച്ചു പോയതെന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. പക്ഷേ അയാൾ അതിനേക്കാളും വലിയൊരു അറവുകാരനാണ് എന്ന് ചരിത്രം തെളിയിച്ചിട്ടുമുണ്ട്. അത് വേറൊരു കാര്യം. അപ്പോൾ അങ്ങനെ ഉണ്ട്. അങ്ങനെ കുറേ അധികം ഹോസ്പിറ്റൽസ് ഉണ്ട്, പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഉണ്ട്. നിങ്ങളിത് പറയുമ്പോൾ ഒരു സാമാന്യമായൊരു നീതി മനുഷ്യനോട് ചെയ്യണം. നിങ്ങൾക്ക് ആരിലും ജീവഭയം ഉൽപ്പാദിപ്പിക്കാൻ അവകാശമില്ല. അത് പിണറായി വിജയനായാലും അത് നരേന്ദ്രമോദിക്കായാലും ആർക്കായാലും അയുക്തികമായ ജീവഭയം ഉൽപ്പാദിപ്പിക്കാൻ നിങ്ങൾക്ക് ആർക്കും അവകാശമില്ല. നിങ്ങൾ ഈ ഒരു രോഗത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇവിടെ ഉൽപ്പാദിപ്പിച്ചത് അയുക്തികമായൊരു ഭയം ഉൽപ്പാദിപ്പിക്കുകയാണ് നിങ്ങൾ ചെയ്തത്. അതിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിക്കുവാനുള്ളൊരു സമരം ഇവിടെ ആവശ്യമാണ്. അവിടെ പറഞ്ഞില്ലേ, ടോള് പിരിവിന് അവിടെ പോയി കുത്തിയിരുന്നിട്ട് നാളെ ആകുമ്പോഴത്തേക്ക് പ്രാദേശികമായിട്ടുള്ള ആൾക്കാർ സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഇന്ത്യ ഗവൺമെൻറ്റും കൂടെ ഉണ്ടാക്കിയ ഒരു ഒത്തുതീർപ്പിന് എന്താ ആരെങ്കിലും എവിടെയാണ് ടോള് പിരിവില്ലാത്തത്? അതിലൊരു വലിയ പ്രഹസനം കാണിക്കുന്ന ഈ DYFIക്കാർ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ്സുകാരെന്ന് പറയുന്ന യുവജനങ്ങളെന്ന് പറയുന്നത് അവരിപ്പോഴും യുവാക്കളാണ് എന്നവർക്ക് എന്തെങ്കിലും ഒരു തോന്നലുണ്ടെങ്കിൽ അവർ ഈ തരത്തിലുള്ള ഒരു ജീവാപായ ഭീതിയുടെ വക്കിൽ ജനങ്ങളെ കൊണ്ടെത്തിച്ച ഒരു പ്രചാരണ സന്നാഹമുണ്ട്. അതിനെതിരെ അങ്ങനെ അല്ല, ഞങ്ങൾ 10 ചെറുപ്പക്കാർ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് വരുന്നു, മുദ്രാവാക്യം വിളിക്കുന്നു. മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ, നമുക്ക് വേണ്ടത് സ്വതന്ത്രമായി ചലിക്കാനുള്ള അവകാശമാണ്. വീട്ടിനകത്തിരിക്കുക, എന്നേക്കുമായി വീട്ടിനകത്തിരിക്കുക എന്നുള്ളതല്ല, വീട്ടിന് പുറത്തേക്ക് വരിക എന്നുള്ളതാണ്. സോഷ്യൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന സാമൂഹ്യ ദൂരം പാലിക്കുക എന്നുള്ളതല്ല, സാമൂഹ്യ ദൂരം ഇല്ലാതാക്കുക എന്നുള്ളതാണ്. സാമൂഹ്യ ജീവിതം ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു യുവജന സംഘടനയാണ് ഇവിടെ ഉണ്ടാകേണ്ടത്. അത് ഈ സമയത്ത് അത് ഉണ്ടാകണം. അത്രയും ഉണ്ടാകാനുള്ള ധൈര്യം ഒരു യുവജന സംഘടനയ്ക്ക് ഇല്ലെങ്കിൽ പറഞ്ഞില്ലേ, ഒരു ഒരു മിഴുമിഴായിരിക്കുന്ന ഒരു 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 ശിരസും കൊണ്ട് ഒരു തലയും കൊണ്ട് പാർലമെൻറ്റിലും അവിടെ ഇവിടെയൊക്കെ കയറി ഇറങ്ങി നടക്കുന്നതിനകത്ത് യാതൊരു അർത്ഥവുമില്ല. ഇതൊന്നും ഇവിടെ സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഒന്ന്, ഈ പിണറായി വിജയൻ വിചാരിക്കുന്ന പോലെ ഇവിടെ ഈ വാക്സിൻ എല്ലാം കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ സ്വർഗ്ഗരാജ്യമായിരിക്കും, പിന്നെ ഒന്നും വേണ്ടെന്നല്ല. വാക്സിൻ എടുത്താലും പിന്നും ഇതൊക്കെ ചെയ്യണമെന്ന് പറയുന്നവരുണ്ട്. അവിടെയും പിണറായി വിജയൻ പറയും അങ്ങനെയാണെങ്കിൽ ഇനി അങ്ങനെ ആവട്ടെ എന്ന് പറയൂ. അപ്പോൾ ഇതൊക്കെ ആളുകൾ കൂടിയാലോചിച്ചിട്ട് ഒരു രാജ്യത്തൊരു നിയമസഭയുണ്ട്. ആ രാജ്യത്തെ നിയമസഭയിൽ അങ്ങോട്ട് ഭരണപക്ഷവും പ്രതിപക്ഷവും കൂടെ ഈ ചെളിവാരി എറിയേണ്ട ഒരു സമയമല്ല ഇത്. അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കേണ്ട സമയമല്ല ഇത്. മറ്റു കാര്യങ്ങളിൽ നിങ്ങൾക്ക് ആരോപണ പ്രത്യാരോപണം ഉന്നയിക്കാം, അഴിമതി നടത്തുന്നിടത്തൊക്കെ നിങ്ങൾക്കത് പറയാം. ഇതിനകത്ത് ആരും അറിഞ്ഞുകൊണ്ട് കിടത്തുന്ന അഴിമതിയല്ല ഇത്. പിണറായി വിജയൻ അറിഞ്ഞുകൊണ്ട് നടത്തിയ അഴിമതിയാണെന്ന് ഞാൻ പറയില്ല. കമ്പോളത്തിൽ കുറച്ച് ലാഭമൊക്കെ ഉണ്ടായി, കുറച്ച് കാശൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഒത്തു കിട്ടിയിട്ടുണ്ടാകും, അത് വേറെ കാര്യം. അത് പിന്നെ നമ്മളെവിടെ കൂടെ ആയാലും 2 കാശടിച്ച് മാറ്റാനും നമുക്ക് കഴിയും, അത് വേറെ നമ്മുടെ സാമർഥ്യം. പക്ഷേ ഇത് മനഃപൂർവ്വം ഉണ്ടാക്കിയൊരു ജീവ അപായ ഭീതിയല്ല, ജീവഭീതിയല്ല. അത് സ്വാഭാവികമായിട്ട് ലോകമാസകലം ജനറേറ്റ് ചെയ്തു വന്ന ഒരു ജീവാപായ ഭീതിയുടെ അംശം നമ്മൾ കൂടി പിടിച്ചെടുത്ത് നമ്മളെപ്പോലെയുള്ള ഒരു പ്രാകൃത സമൂഹത്തിൽ, ഞാൻ കൃത്യമായിട്ടും പറയുന്നു, മോദി ഭരിക്കുന്ന ഒരു പ്രാകൃത സമൂഹത്തിൽ അങ്ങനെയുള്ള ഒരു ജീവാപായ ഭീതിക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. ഇവിടുത്തെ ഈ പറയുന്ന മെഡിക്കൽ സ്ഥാപനങ്ങളൊക്കെ അതിന് അരുനിൽക്കുകയും അതിനൊത്ത് താളം തുള്ളുകയും ചെയ്ത് എല്ലാം കൂടെ കൊണ്ട് നശിപ്പിച്ചു ഒരു പരുവത്തിലാക്കി. ഇനി അതിനെ വീണ്ടെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ പ്രഥമ ദൗത്യം എന്ന് പറയുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത്. അതിനെ മറച്ചു വെച്ചുകൊണ്ട് ഈ മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞില്ലേ, ഇപ്പോൾ കടൽ തീരത്ത് ജീവിക്കുന്നവരുടെ ദുരിതത്തെ പറ്റി അടിയന്തര പ്രമേയം കൊണ്ടുവരുന്നത് വിഷ്ണുനാഥൻ അവരോടുള്ള താല്പര്യം കൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാം. അത് അദ്ദേഹത്തിൻ്റെ അവകാശമാണ്. അത് പരിഹരിക്കപ്പെടണം, അത് ശ്രദ്ധിക്കപ്പെടണം. അതിനുവേണ്ടി ഗവൺമെൻറ് കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. ആ കാര്യങ്ങളെ ശ്രദ്ധ കൊണ്ടുവരട്ടെ. പക്ഷെ അതിനേക്കാളും പ്രധാനമാണ് നമുക്ക് ജീവിക്കാനും ചലിക്കാനും പ്രവർത്തിക്കാനും സാമൂഹികമായിട്ടുള്ള അകലം ഇല്ലാതാക്കാനുമുള്ള അവകാശത്തെ തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത് അതിനേക്കാളും പ്രധാനമാണ്. അതിനുവേണ്ടി നിങ്ങൾക്ക് കൂട്ടായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ഈ തരത്തിലുള്ള ഈ പറയില്ല, നമ്മൾ മഹാമാരിയെ നേരിടുന്നതിൽ നമ്മൾ ഒന്നാണെന്ന് പറയുന്നത് പോലെ തന്നെ മഹാമാരിയെ മറികടക്കുന്നതിൽ നമ്മൾ ഒന്നാണെന്ന് പറയാൻ കഴിയണം. അതിന് നമുക്ക് കൂട്ടായിട്ട് എന്ത് ചെയ്യാൻ പറ്റും?
ഓരോ ഈ സംഘടനയുടെയും ഒരു 25 വോളണ്ടിയർമാർ വീതം ഈ തരത്തിൽ ഈ മുഖം മൂടികളില്ലാതെയും അല്ലാതെയും ഈ സോഷ്യൽ ഡിസ്റ്റൻസിൻ്റെ ഇതിനെ വയലേറ്റ് ചെയ്തുകൊണ്ടും ഏതെങ്കിലും തരത്തിലുള്ള ഈ ക്രിയേറ്റീവായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് ഏർപ്പെടട്ടെ. അവിടെ എന്തെങ്കിലും അപകടം ഉണ്ടാകും എന്നുള്ള കാര്യം നമുക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം. റൂട്ട് മാപ്പൊന്നും വേണ്ട, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കണ്ടെത്താം. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ വാലും തുമ്പും ഇല്ലാത്ത ഇതിന് കാരണക്കാരനായിട്ടുള്ള മൈക്രോവേവ് ഏതാണെന്ന് പോലും നിശ്ചയമില്ലാത്ത ഒരവസ്ഥയിൽ നമ്മളീ പറഞ്ഞ ഇതിന് ഒരുപാട് ജനിതക ഭേദങ്ങൾ ഉണ്ടാകുമെന്നും ഇനി ഒരു 3ാം തരംഗം വരുമെന്നും 3ാം തരംഗം വരട്ടെ. 3ാം തരംഗം വന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ മരിച്ചു പോകും. അത്രയുള്ളൂ, അതിൽ കൂടുതലൊന്നും സംഭവിക്കാനില്ല. ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാളും മരിക്കുന്നതാണ്. എന്തിന് ഒരു പിണറായി വിജയനെ പോലെ ജീവിച്ചിരിക്കുന്നു എന്ന് പിണറായി വിജയൻ തന്നെ ആലോചിക്കണ്ടേ? ഞാൻ രാജ്യത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. എൻ്റെ രാജ്യത്തെ കുഞ്ഞുങ്ങളോട് ഞാൻ പറയുന്നത്, നിങ്ങളെല്ലാവരും മുറിക്കകത്ത് അടച്ചിരിക്കണമെന്ന് പറയുന്നു. നിങ്ങൾ മുറിക്കകത്ത് അടച്ചിരിക്കണം, നിങ്ങൾ മൂക്ക് കെട്ടി നടക്കണം, നിങ്ങൾ കൈ കഴുകിക്കൊണ്ടിരിക്കണം, നിങ്ങൾ ഈ പറഞ്ഞില്ലേ മറ്റുള്ളവരുമായിട്ട് മിണ്ടാൻ പാടില്ല, പുറത്തു പോകാൻ പാടില്ല. അതായത് നിങ്ങൾ ഒരു സമൂഹത്തിൻ്റെ തലവനാണ്, നിങ്ങൾ ഒരു സംസ്ഥാനത്തിലെ ജനതയുടെ തലവനാണ്. അതിൻ്റെ ആ മുഴുവൻ ചേതനയും ഉൾക്കൊള്ളുന്ന ആ ചേതനയെ വീണ്ടും ഉയർത്തിക്കൊണ്ടുവരേണ്ട ആളാണ്. ഒരു സാമൂഹിക ചേതനയെ ഉദ്ധരിച്ചു കൊണ്ടുവരേണ്ട ആളാണ്, ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകേണ്ട ആളാണ്, അതിന് നേതൃത്വം കൊടുക്കേണ്ട ആളാണ്. അതിന് കഴിയാതെ ഞാൻ എന്തിനിങ്ങനെ ഒരു പിണറായി വിജയനായിട്ട് ജീവിച്ചിരിക്കണോ എന്ന് ആലോചിക്കേണ്ടത് പിണറായി വിജയനാണ്. എനിക്കതിന് കഴിയില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനൊരു പിണറായി വിജയനായിട്ട് ജീവിച്ചിരിക്കണം? ഒന്നുകിൽ എനിക്കതിന് കഴിയണം, അതിനുവേണ്ടി ഞാൻ രക്തസാക്ഷിയാവും എന്ന് പറയണം. അതിന് ശ്രമിച്ച് ഒരു മരണം സംഭവിക്കുകയാണെങ്കിൽ ആ മരണം അഭിമാനകരമായി ഞാൻ ഏറ്റെടുക്കുമെന്ന് പറയാൻ ഒരു രാഷ്ട്ര നേതാവിന് കഴിയണം. അങ്ങനെ തന്നെയാണ് ഈ രാഷ്ട്രം മുന്നോട്ട് പോയിട്ടുള്ളത്. ഒരുപാട് പേര് മുന്നോട്ട് പോയിട്ടുള്ളത് അങ്ങനെയാണ്. ഇത് അത്രയും വലിയ പ്രശ്നമൊന്നും ഇല്ല. പണ്ട് പലരും സഹിച്ചതും തിരിച്ചതും പോലെയുള്ള പ്രശ്നമൊന്നും ഇതിനകത്തില്ല. ഇച്ചിരി വിവേകത്തോടുകൂടി സംയമനത്തോടുകൂടി കൂടിയാലോചന നടത്തി ഈ നിർബന്ധ ബുദ്ധികളും ശാഠ്യങ്ങളും തെറ്റായ പാഠങ്ങൾ കാണാപ്പാഠം പഠിച്ചു വെച്ചതിൻ്റെ ദോഷമുണ്ട്. നിങ്ങളുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഈ 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലൊക്കെ ആയിരിക്കുമ്പോൾ ചില കുട്ടികളുണ്ട്. ആ കുട്ടികൾ, ഞാൻ ആരും ആക്ഷേപിക്കാൻ വേണ്ടി പറയുന്നതല്ല, ചില കുട്ടികൾ പഠിക്കുമ്പോഴത്തേക്ക് ആ ടെക്സ്റ്റ് അതേപടി കാണാപ്പാഠം പഠിച്ചാൽ അതേപടി ഒരു അക്ഷരം പോലും തെറ്റില്ലാതെ പകർത്തി വയ്ക്കും. പക്ഷേ അവന് ഈ പറയുന്ന ഈ പാഠം എന്താണ്, അല്ലെങ്കിൽ പാഠത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്ന ആശയം എന്താണ്, അല്ലെങ്കിൽ അതിൽ എന്തൊക്കെ സാധ്യതകളുണ്ടെന്നുള്ളതിനെ പറ്റി യാതൊരു ധാരണയുണ്ടാവില്ല. അതുപോലെ അവിടുന്ന് WHO ഒരു ഇൻഡാസ് ഇറക്കി കൊടുക്കുകയാണെങ്കിൽ അത് അതേപടി കാണാപ്പാഠം പഠിച്ച് ഇവിടെ അത് പ്രവൃത്തി പദത്തിലാക്കി അതിൽ നിന്ന് എന്തുണ്ടാക്കാൻ പറ്റുമെന്ന് ആലോചിക്കുന്ന ആ മനസ്സ് ഉപേക്ഷിച്ചിട്ട് ഇനിയെങ്കിലും മര്യാദയ്ക്ക് ജനങ്ങളുടെ ജീവിതം തിരിച്ചു കൊടുക്കാനുള്ള വഴികൾ എന്തെന്ന് ആലോചിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ നിയമസഭയുടെ ആദ്യത്തെയും അവസാനത്തെയും കർത്തവ്യം. അതിൻ്റെ കൂടിയാലോചനകളാണ് ഇവിടെ നടക്കേണ്ടത്. അതിൻ്റെ ഒരുമയാണ് ഇവിടെ ആ ഒരുമയാണ് ആദ്യം ഉണ്ടാകേണ്ടത്. നമുക്കെങ്ങനെ ജീവിതത്തെ തിരിച്ചു പിടിക്കാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരുമയാണ്. അതായത് നിങ്ങളുടെ ഈ പറഞ്ഞില്ല, നിങ്ങളുടെ ഈ ടെസ്റ്റുകൾ മുഴുവൻ അസംബന്ധവും അക്രമവുമായിരുന്നുവെന്നും അത് ജനങ്ങളോട് കാട്ടിയ ഏറ്റവും വലിയ ക്രൗര്യമായിരുന്നുവെന്നും അത് യാതൊരു ശാസ്ത്രീയമായ അടിത്തറയില്ലായിരുന്നുവെന്നും അത് WHO ഒരു നിർബന്ധ ബുദ്ധി മാത്രമായിരുന്നുവെന്നും തെളിയിക്കപ്പെട്ടിരിക്കുന്ന സ്ഥിതിക്ക് പച്ചയായിട്ടല്ലേ അവിടെ നിന്നുണ്ടായത് ടെസ്റ്റ് എന്ന് അവിടെ ഇരിക്കുന്ന അവൻ വിളിച്ചു പറയുന്നത്. ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ ഇവിടെ ടെസ്റ്റ് എന്ന് പറഞ്ഞ് നടക്കുന്നവരെ പറ്റിയാണ് പറഞ്ഞത്. കണ്ടാമിനേഷൻ ഇല്ലാത്ത, അതായത് കണ്ടാമിനേഷൻ ഒഴിവാക്കി നന്നായിട്ട് ഈ RT-PCR എത്ര സ്ഥലത്ത് ചെയ്യുന്നുണ്ട്. ആ RT-PCR ചെയ്യുന്നിടത്ത് തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞില്ലേ ഇൻഫെക്ഷന് വേണ്ടിയുള്ള വൈറൽ ലോഡ് ഈ പറയുന്ന സാധനത്തിനുണ്ട്, ഈ കണ്ടെത്തുന്ന സാധനത്തിനുണ്ട് എന്ന് നിങ്ങൾക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ ചോദ്യങ്ങൾ വളരെ കൃത്യമായിട്ടിരുന്ന് അവധാനതയോടെ പഠിക്കാനും അത് സ്വതന്ത്ര ബുദ്ധിയോടെ അതിനെ മനസ്സിലാക്കാനും. അത് ഞാനൊരു വലിയ ഡോക്ടറാണ്, ഫിഷക്കുരനാണ്, ഞാൻ IMA-കാരനാണ്, UMA-കാരനാണ്, അല്ലെങ്കിൽ ഞാൻ പഠിച്ചു വച്ചിരിക്കുന്നതൊക്കെയാണ് ഏറ്റവും അവസാനത്തെ ഈ വൈദ്യശാസ്ത്രത്തെക്കുറിച്ചുള്ള അവസാനത്തെ അറിവ്, അതിനപ്പുറം ഇപ്പുറം ഒന്നുമില്ല എന്നൊക്കെ ധരിച്ചിരിക്കുന്ന കുറേ വിദ്യാസുരന്മാരുണ്ട്. അവരല്ല, സ്വതന്ത്ര ബുദ്ധിയോടെ നമ്മുടെ സ്വന്തം യുക്തിബോധം കൂടി ഉപയോഗിച്ചുകൊണ്ട് അവർ പറയുന്നത്
WHO പറഞ്ഞത് എന്താണ്? ICMR കാലാകാലങ്ങളിൽ മാറ്റി മാറ്റി പറഞ്ഞത് എന്താണ്? ഇപ്പോഴും മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഇതിനെക്കുറിച്ചൊരു വ്യക്തതയില്ല എന്നുള്ള ഏറ്റവും ഒടുവിലത്തെ പത്രറിപ്പോർട്ടുകൾ സഹിതം നമ്മുടെ മുന്നിലിരിപ്പുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ എന്തൊരു സമീപനമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്ന് സ്വന്തം യുക്തിയും ബുദ്ധിയും ഉപയോഗിച്ച് ചിന്തിക്കുന്ന ഒരു വ്യവസ്ഥ ഇവിടെ ഉണ്ടാകണം. അതിന് ഇവിടെ ഭരണപക്ഷവും പ്രതിപക്ഷവും ആദ്യം ഒന്നിക്കുക എന്നുള്ളത് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ കട്ടതിൻ്റെയും മോഷ്ടിച്ചതിൻ്റെയും കണക്കുകളൊക്കെ ഉണ്ട്. അത് പിന്നീട് വരുമ്പോഴത്തേക്ക് ആരാണ് യോഗ്യൻ ആരാണ് അയോഗ്യൻ എന്നൊക്കെ ഉള്ളത് അല്ലെങ്കിൽ തന്നെ ആളുകൾക്ക് മുമ്പ് വെളിപ്പെട്ട് കഴിഞ്ഞു. ഇച്ചിരി കക്കാനും മോഷ്ടിക്കാനും ഒക്കെ കഴിവുള്ളവൻ തന്നെയാണ് മിടുക്കൻ എന്ന് കരുതുന്ന ഒരവസ്ഥ. അവൻ കട്ടായാലും മോഷ്ടിച്ചായാലും അവസാനം എന്നെ പട്ടിണിക്കാരനാക്കുകയും പട്ടിണിക്ക് കൊണ്ട് വിശപ്പ് കൊണ്ട് ഞാൻ പൊരിയുമ്പോഴത്തേക്ക് അവൻ എന്തെങ്കിലും എനിക്ക് എറിഞ്ഞു തന്നിട്ട് പോവുകയും ചെയ്യുകയാണെങ്കിൽ അവൻ തന്നെ എൻ്റെ രാജാവ്, അല്ല അവൻ തന്നെയാണ് എൻ്റെ ദൈവം. അതായത് ഇത് വിജയമാഷ് പറഞ്ഞിട്ടുണ്ട്, വിശക്കുന്ന കാളയുടെ മുമ്പിൽ ദൈവം പ്രത്യക്ഷപ്പെടുന്നത് പിണ്ണാക്കിൻ്റെ രൂപത്തിലായിരിക്കും. വിശക്കുന്ന കാളയുടെ മുമ്പിൽ ദൈവം പ്രത്യക്ഷപ്പെടുന്നത് പിണ്ണാക്കിൻ്റെ രൂപത്തിലായിരിക്കുമെന്ന് ഒരിക്കൽ വിജയമാഷ് സംസാരിക്കുമ്പോൾ പറഞ്ഞു. വിജയമാഷ് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. വിജയമാഷ് തന്നെ പറഞ്ഞായിരിക്കണം എന്നില്ല, ഒരു പക്ഷേ വേറെ ആരെങ്കിലും പറഞ്ഞായിരിക്കണം. എന്നാലും മാഷിനുള്ള ഇഷ്ടപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്, പിണ്ണാക്കിൻ്റെ രൂപത്തിലായിരിക്കും. അങ്ങനെ നിങ്ങൾ കുറച്ച് പിണ്ണാക്ക് കൊടുക്കുന്നുണ്ട്. ആ പിണ്ണാക്ക് തിന്നപ്പോൾ ആ പിണ്ണാക്കാണ് ദൈവമെന്ന് വിശ്വസിക്കുന്ന കുറേ ആൾക്കാരിവിടെ ഉണ്ടാകും. പക്ഷേ നമ്മൾ പിണ്ണാക്ക് മാടന്മാരാകാൻ പാടില്ല. ഈ പിണ്ണാക്കല്ല നമുക്ക് അവകാശപ്പെട്ടത്. നമുക്ക് അവകാശപ്പെട്ടത് നമ്മുടെ ജീവിതമാണ്. നിങ്ങൾ ഈ പറഞ്ഞില്ലേ, വെളിച്ചെണ്ണ ഊറ്റി എടുത്തിട്ട് അതിൻ്റെ തൊത്ത് പിഴിഞ്ഞെടുത്തിട്ട് ആ പിണ്ണാക്ക് എനിക്ക് നേരെ വലിച്ചെറിയുമ്പോൾ എൻ്റെ വിശപ്പിനായിട്ട് ഞാനത് അടക്കുന്നു, വിശപ്പടക്കാനായിട്ട് ഞാനത് ഉപയോഗിച്ചിട്ട് എൻ്റെ ദൈവമാണ് പിണ്ണാക്ക് എന്ന് പറയുന്ന ഒരു സമൂഹമാകാൻ പാടില്ല കേരളം എന്നുള്ളത് കൊണ്ട് പറയുകയാണ് ഇവിടുത്തെ പ്രതിപക്ഷത്തോട്. നിങ്ങൾ സീതാറാം യെച്ചൂരിയുടെയും മറ്റേ പയ്യൻ്റെ പേര് ഇപ്പോഴും ഞാൻ പറഞ്ഞു, രാഹുൽ ഗാന്ധിയുടെയും പൊതുവായ ഒരു കാൻഡിഡേറ്റ് ആയിരിക്കാം. നിങ്ങൾ വെള്ളാപ്പള്ളി നടേശൻ്റെയും സുകുമാരൻ നായരുടെയും പൊതുവായ ഒരു കാൻഡിഡേറ്റ് ആയിരിക്കാം. അതിലൊന്നും യാതൊരു പരാതിയില്ല. പക്ഷേ ഇവിടുത്തെ പ്രശ്നം അത് രമേശ് ചെന്നിത്തലയായാലും അത് സതീശനായാലും അത് പിണറായി വിജയനായാലും അത് മറ്റാരായാലും, ഇപ്പോൾ CPM എന്ന് പറയുമ്പോൾ പിണറായി വിജയൻ എന്നേ പറയാൻ പറ്റില്ല, അതിൽ രണ്ടാമതൊരാളില്ല. അതുകൊണ്ടാണ് മറ്റു പല പാർട്ടികളിൽ ഇപ്പോഴും പറയുമ്പോഴും 1, 2, 3 പേരുടെ പേരൊക്കെ പറയാം. CPM ആകുമ്പോഴത്തേക്ക് പിന്നെ അതിനകത്ത് പിണറായി വിജയൻ എന്നല്ലാതെ രണ്ടാമത് ഒരാൾ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ പേര് അടുത്ത ദിവസം വെട്ടും, അവൻ പുറത്തായി പോകും. അപ്പോൾ രണ്ടാമതൊരാളുടെ പേര് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് പിണറായി വിജയൻ എന്ന് പറയുന്നത്, അല്ലാതെ പിണറായി വിജയനോടുള്ള വൈരാഗ്യം കൊണ്ടല്ല. അപ്പോൾ ആരായാലും ശരി തന്നെ നിങ്ങൾ ശ്രദ്ധ പതിപ്പിക്കേണ്ടത് എങ്ങനെ ഒരു യോജിച്ച് നിന്നുകൊണ്ട് ഈ കാര്യങ്ങൾ പറ്റിയുള്ളൊരു പുനർവിചിന്തനം എവിടെ വരെ ആകാമെന്നുള്ളതിനെപ്പറ്റി ചിന്തിക്കുക എന്നുള്ളതാണ്. ഇത് ചെയ്യുന്നതിന് പകരം ഇരുന്നുകൊണ്ട് കൺവെൻഷണലായിട്ട് കാണിക്കുന്ന കോപ്പിരാട്ടികൾ ഇനിയിപ്പോൾ ഒരു ബഡ്ജറ്റ് കൊണ്ടുവരുന്നുണ്ട്. ഞാനതിനെക്കുറിച്ച് ഇപ്പോഴൊന്നും പറയുന്നില്ല. ബഡ്ജറ്റിനെ പറ്റി, ബഡ്ജറ്റ് എന്ന് പറയുന്നത് പറഞ്ഞില്ലേ, അത് ആരവതരിപ്പിക്കുന്നു എന്നുള്ളത് അല്ല. അത് തോമസ് ഐസക് അവതരിപ്പിക്കുമ്പോഴത്തേക്ക് തോമസ് ഐസക്കിൻ്റേതായിട്ടുള്ള ഒരുപാട് നിഗൂഢ താല്പര്യങ്ങൾ അതിൻ്റെ പിന്നിലുണ്ടാകും. അപ്പോൾ ബാലഗോപാൽ അവതരിപ്പിക്കുമ്പോൾ അങ്ങനെയുള്ള നിഗൂഢ താല്പര്യങ്ങളൊന്നുമില്ല. പക്ഷേ ബാലൻ അത് അവതരിപ്പിക്കുമ്പോഴും കൃത്യമായിട്ടൊരു ധനകാര്യ മന്ത്രി എന്നുള്ള രീതിയിലുള്ള ഒരു പെർസ്പെക്റ്റീവിൽ നിന്ന് അവതരിപ്പിച്ചില്ലെങ്കിൽ ബാലഗോപാലിന് ആ ഒരു സ്ഥാനത്തിരിക്കാൻ യാതൊരു അർഹതയുമില്ല എന്ന് പറയേണ്ടി വരും. അത് വേറൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി അത് വരുന്നുണ്ട്, അതിൻ്റെ കാലം വരുന്നുണ്ട്. അതൊരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്, ഇതുപോലെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഞാൻ പറഞ്ഞത് ഒരു പുനർവിചിന്തനം. എന്തിനെപ്പറ്റി? നിങ്ങളീ പറയുന്ന കോവിഡ് മഹാമാരി എന്ന് പറയുന്നതിൻ്റെ വ്യാപ്തി എന്തായിരുന്നു, അതിൻ്റെ മരണത്തിൻ്റെ യഥാർത്ഥ അക്കൗണ്ട്സ് എന്താണ്, യഥാർത്ഥ അക്കൗണ്ട്സ്. നിങ്ങൾ 10 വൈദ്യശാസ്ത്രജ്ഞന്മാരെ പിടിച്ചിരുത്തിയിട്ട് ഓരോരുത്തരും മരിച്ചത് എന്തെന്ത് കാരണത്താലെന്നുള്ള കാര്യം വ്യക്തമായി മനസ്സിലാക്കിയിട്ട് കൃത്യമായ അതിൻ്റെ ഒരു അക്കൗണ്ട്സ് ഉണ്ടാക്കിയിട്ട് ഇത് എന്തുമാത്രം കേരള ജീവിതത്തെ ബാധിച്ചിട്ടുണ്ട്, മരണത്തിൻ്റെ പെരുപ്പത്തെയോ മരണത്തിൻ്റെ പെരുപ്പമില്ലായ്മയോ അത്
എങ്ങനെയാണ് ബാധിച്ചിരിക്കുന്നത് എന്നൊക്കെ നിങ്ങൾ കണക്ക് കൂട്ടിയിട്ട് ഇത് നമ്മൾ ഈ ഇപ്പോൾ നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന പ്രതിരോധ നടപടികളിൽ നമ്മൾ എങ്ങനെയാണ് ആ പ്രതിരോധത്തിൻ്റെ ചങ്ങലകൾ പൊട്ടിച്ച് പതുക്കെ പതുക്കെ ജനങ്ങളെ ഭയബോധം കൂടാതെ പൊതുജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് ഈ പറഞ്ഞതുപോലെ ചലനം എന്ന് പറയുന്ന ആ ഒരു സങ്കല്പത്തെ തിരിച്ചു പിടിക്കാൻ കഴിയുക എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു കൂട്ടായ ഒരു ആലോചന. അവിടെയാണ് ഐക്യം വേണ്ടത്. അവിടെയാണ് പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ ഐക്യം വേണ്ടത്. അവിടെ ഐക്യമാകാം, ബാക്കിയുള്ളിടത്ത് എതിർപ്പും ആകാം. എന്ന് പറയുമ്പോൾ ഇന്നിപ്പോൾ ഒരു വാർത്തയുണ്ട്, വളരെ പ്രാധാന്യമുള്ള വാർത്തയൊന്നുമല്ല. ഒരു TG നന്ദകുമാർ എന്ന് പറയുന്ന ഒരാളിനെ പറ്റി പണ്ടേ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു വലിയ ദല്ലാളനായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ കേട്ടിട്ടുണ്ട്. SNC ലാബിൽ ഇടപെട്ടൊരു ദല്ലാളനായിരുന്നു എന്നൊരാരോപണം നേരത്തെ വന്നിട്ടുണ്ട്. ആ തരത്തിൽ അദ്ദേഹം നമ്മുടെ മുഖ്യമന്ത്രിയുടെ പ്രിയങ്കരനായിരുന്നുവെന്നും മുഖ്യമന്ത്രിയുടെ പ്രിയങ്കരനായി എന്നുള്ളത് കൊണ്ട് തന്നെ അച്യുതാനന്ദൻ്റെ ശത്രുവായിരുന്നുവെന്നും അങ്ങനെ അച്യുതാനന്ദനെ സ്വാധീനിക്കാനായിട്ട് അദാനിയുടെ ഒരാളുമായിട്ട് ബന്ധപ്പെട്ട് അച്യുതാനന്ദൻ്റെ വീട്ടിൻ്റെ പരിസരങ്ങളിൽ കറങ്ങി നടന്നുവെന്നും അവസാനം അച്യുതാനന്ദൻ്റെ വീട്ടിലൊരു പ്രവേശനം കിട്ടിയെന്നും അവിടെ ചെന്ന് വെറ്റില പാക്ക് വെച്ച് തൊഴുതു എന്നുമൊക്കെയുള്ള റിപ്പോർട്ട് പണ്ട് വന്നിട്ടുണ്ട്. TG നന്ദകുമാർ എന്ന് പറയുന്ന ആൾ. അപ്പോൾ ഈ TG നന്ദകുമാർ എന്ന് പറയുന്നത് ഒരു ഇൻ്റർനാഷണലായിട്ട് ലിങ്ക്സ് ഉള്ള വൻകിടക്കാരുമായിട്ട് ബന്ധങ്ങളുള്ള നമ്മുടെ കടൽ കോരി എടുത്തു പോകാൻ ശ്രമിക്കുന്ന അദാനിയുമായിട്ട് ബന്ധമുള്ള ഒരാളാണെന്ന് പണ്ട് കാലത്ത് തന്നെ തെളിഞ്ഞിട്ടുണ്ട്. പണ്ട് കാലത്തെ തെളിഞ്ഞിട്ടുള്ളതാണ്. അന്നത്തെയും പ്രോജക്റ്റ് പറഞ്ഞില്ലേ, അദാനിക്ക് പ്രോജക്റ്റ് പോകുന്നതിന് മുമ്പാണ് അച്യുതാനന്ദൻ്റെ സമ്മതത്തിന് വേണ്ടിയാണ് ചെല്ലുന്നത്. ഉമ്മൻചാണ്ടി സമ്മതിച്ചു കൊടുക്കുന്നുണ്ട്. അച്യുതാനന്ദൻ്റെ സമ്മതം വേണം, ഒരു കൺസെൻസസ് വേണം. എന്തിനാണ്? വിഴിഞ്ഞം വിൽക്കുന്നതിന്. കാരണം വെച്ചാൽ നമ്മൾ ഋണബാധിതമായ ഒരു സംസ്ഥാനമായതുകൊണ്ട് നമുക്കുള്ള ഒരേ പോംവഴി മോദി പറഞ്ഞാണ്. മോദി ആ കാര്യത്തിൽ സത്യസന്ധനാണ്. ഇനി നമുക്കൊന്നും ചെയ്യാനില്ല, ഉള്ള ഓരോന്നോരോന്നായിട്ട് വിൽക്കുക എന്നുള്ളതാണ്. എല്ലാം കടം വാങ്ങി ഇനി കടം വാങ്ങാൻ പറ്റാത്തൊരവസ്ഥ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെന്താ ചെയ്യുക? ഉള്ള ആസ്തി എന്ന് പറയുന്നത് അത് വിൽക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് എനിക്കുള്ളതെല്ലാം ഈ പബ്ലിക് സെക്ടറിലുള്ള സാധനങ്ങളൊക്കെ ഓരോന്നായിട്ട് ഇവരൊക്കെ എടുത്ത് വിറ്റ് കാശാക്കാൻ നോക്കുകയാണെന്ന് മോദി വളരെ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ, അങ്ങനെ പെട്രോൾ വില കൂട്ടിയാലും കുറച്ചാലും അതൊന്നും അങ്ങനത്തെ പ്രശ്നമൊന്നുമല്ല. അദ്ദേഹത്തിന് കുറേ കാലം കൂടെ മുഖ്യമന്ത്രി ആയിരിക്കണം. അത് ഈ അമാദ്യ മുട്ടാളൻ അതിന് സമ്മതിക്കുന്നുണ്ടെങ്കിൽ ഒരു ടേം കൂടെ ഇരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. 2 തവണ നമ്മൾ ജയിപ്പിച്ചതാണല്ലോ. അദ്ദേഹത്തിൻ്റെ ആ ഭരണത്തിൻ്റെ സാമർഥ്യം കണ്ട്, ആദ്യ ഘട്ടത്തിൻ്റെ ആ സാമർഥ്യം തന്നെ കണ്ട് നമ്മൾ വികാരവിവശരായി ഒരിക്കൽ കൂടി അദ്ദേഹത്തെ വിജയിപ്പിച്ചതാണ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ അമാദ്യ മുട്ടാളൻ വന്നതിന് ശേഷം ഈ കോൺഗ്രസ്സുകാരെയൊക്കെ ചാക്കി കയറ്റി ഈ ജയിച്ചു വരുന്ന MLA-മാരെയൊക്കെ ചാക്കി കയറ്റി കൊണ്ടുപോകുന്ന സംഭവം നടന്നത്. പക്ഷേ ഇപ്പോൾ അതൊന്നും അതുപോലെ എറിക്കുന്നില്ല, അതുപോലെയൊന്നും ആളിനെ കിട്ടുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയിലാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, ഈ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇപ്പോൾ ഇവിടുത്തെ പത്രക്കാർക്ക് TG നന്ദകുമാർ ആരാണെന്ന് അറിഞ്ഞില്ല. എന്ത് വിശേഷപ്പെട്ടൊരു മാധ്യമ പ്രവർത്തനമാണെന്നറിയാം. TG നന്ദകുമാർ ഒരാളെ അരൂരിൽ മത്സരിക്കാനായിട്ട് കൊണ്ട് ഏർപ്പെടുത്തി കാശും കൊടുത്ത് നിർത്തി. അവർക്കറിഞ്ഞൂടെ ഈ TG നന്ദകുമാർ അവർ തമ്മിൽ ബന്ധമുണ്ടെന്ന് അവർ പറയുന്നില്ല. പക്ഷേ അതിൻ്റെ കാരണക്കാരനായിട്ടുള്ള കടൽക്കൊള്ളക്കാരനുണ്ട്. ആ കടൽക്കൊള്ളക്കാരനെന്ന് പറഞ്ഞാൽ അദാനിയുടെ ഈ പറഞ്ഞില്ലേ, അദാനി എങ്ങനെയാണോ വിഴിഞ്ഞം വിഴുങ്ങിയത്, അതുപോലെ ഈ പറയുന്ന അവശേഷിക്കുന്ന കടലും ഈ ആഴക്കടലും വിഴുങ്ങാൻ വേണ്ടി ഉള്ളൊരു ഏജൻ്റായിട്ടാണ് TG നന്ദകുമാർ നമ്മൾ കാണേണ്ടത്. രണ്ടും പരസ്പര ബന്ധിതമാണ്. അപ്പോൾ ഈ TG നന്ദകുമാർ വന്ന് പറഞ്ഞില്ലേ, ഇവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി. ആ കോൺഫ്ലിക്റ്റ് ദീസ് ആർ ഓൾ ഫേക്ക് എൻകൗണ്ടേഴ്സ്. ഇതൊക്കെ അവസാനം ഒരു കൺസെൻസസിലെത്തിയിട്ട് കച്ചവടം ഉറപ്പിക്കും. അതാണ് സാധാരണ നടക്കുക. അതിപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, അച്യുതാനന്ദ എതിർത്ത് നിൽക്കുകയാണ് പിണറായി വിജയൻ. അച്യുതാനന്ദ എതിർക്കുന്ന പറഞ്ഞും കൊണ്ടല്ല, പിണറായി വിജയൻ ഒരു സ്റ്റാൻഡ് എടുത്തു കഴിഞ്ഞാൽ അച്യുതാനന്ദ എതിർക്കും, അച്യുതാനന്ദ ഒരു സ്റ്റാൻഡ് എടുത്തു കഴിഞ്ഞാൽ പിണറായി വിജയൻ എതിർക്കും. അത്രയേ ഉള്ളൂ. അതാണ് ഡയലക്റ്റിക്കൽ മെറ്റീരിയൽസ് എന്ന് MV ഗോവിന്ദൻ മാഷ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ശബരിമലയിൽ സ്ത്രീകൾ കയറുന്ന കാര്യത്തിലും ഡയലക്റ്റിക്കൽ മെറ്റീരിയൽസിലൂടെ കൃത്യമായിട്ട് മാർക്സ് എഴുതിയിട്ടുണ്ട്. സ്ത്രീകളൊന്നും അവിടെ കയറാൻ പാടില്ല എന്ന് ഡയലക്റ്റിക്കൽ മെറ്റീരിയൽസിനെ പറ്റി എഴുതുമ്പോഴത്തേക്ക് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടെന്നാണ് MV ഗോവിന്ദൻ മാഷ് പറയുന്നത്. അപ്പോൾ
അത്രയൊക്കെ നമുക്കറിയാം എന്തായാലും. അപ്പോൾ ഇവിടുത്തെ ഈ ഡയലക്റ്റിക്കൽ മെറ്റീരിയൽസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ അവർ തമ്മിലുള്ള വ്യക്തിപരമായ പിണക്കത്തിൻ്റെ പേരിൽ ഇയാൾ ടി ജി നന്ദകുമാർ പണ്ട് മുതലേ ഈ പറഞ്ഞില്ലേ ഈ പിണറായി വിജയനെക്കുറിച്ച് നേരെ അല്ലാതെ ഒരുപാട് അപവാദങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹം ഒരുപാട് കാശുണ്ടാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം കാശുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള എന്തെങ്കിലും താല്പര്യങ്ങളുണ്ട്, അദ്ദേഹം കാശുണ്ടാക്കി അതിലൊന്നും ഞാൻ കിടക്കുന്നില്ല. അതിൻ്റെ നേരും ശരിയും ഒന്നും എനിക്കറിയില്ല, അറിയാത്തതുകൊണ്ട് ഞാൻ ആ കാര്യത്തെ ഒരു അഭിപ്രായം പറയുന്നില്ല. അന്ന് മുതലേ ടി ജി നന്ദകുമാർ ആയിരുന്നു ഈ SNC ലാബിൻ്റെ ഈ പറഞ്ഞില്ല അത് കാണിച്ച് ശുദ്ധമായ അനാവശ്യമാണ്. അത് ഈ കനേഡിയൻ സിഡ എന്ന് പറയുന്ന കനേഡിയൻ ഡെവലപ്മെൻറ്റ് ഏജൻസിയിൽ നിന്ന് കൈക്കൂലി വാങ്ങാമെന്ന് കേരള ഗവൺമെൻറ് കൈക്കൂലി വാങ്ങാമെന്ന് ഒരു സമ്മതപത്രം ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് ലോകത്ത് എവിടെയും നടക്കില്ല. ഒരു ഗവൺമെൻറ് ഒരുത്തന് വൈദ്യുതി നിർമ്മിതിക്ക് ഒരു കരാറുണ്ടാക്കി കൊടുക്കുന്നത്, അത് അയാൾ ഒരു കൺസൾട്ടൻസി ആയിട്ട് വരുന്നവനാണ്. അത് ഈ കൊച്ചു പയ്യൻ്റെ അച്ഛൻ, നമുക്ക് ഇച്ചിരി ബഹുമാനമുള്ള ആളാണ് കാർത്തികേയൻ വിളിച്ചുകൊണ്ട് വന്നൊരു കൺസൾട്ടൻസിയാണ്. കൺസൾട്ടൻസി ഫീ കേട്ടാൽ തന്നെ നമുക്ക് ബോധക്ഷയം വരും. ഇവിടെ വൈദ്യുതി നവീകരണത്തിനായിട്ട് വിളിച്ചുകൊണ്ട് വന്നൊരു കൺസൾട്ടൻസിയാണ്. അവസാനം കൺസൾട്ടൻസിക്ക് തന്നെ ഇതിൻ്റെ നിർമ്മാണത്തിൻ്റെ ചുമതല അങ്ങ് ഏൽപ്പിക്കുകയാണ്. അതും വലിയൊരു ഫലിതമാണ്. ചുമതല ഏൽപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ സംഭവിക്കുക എന്താണ്? ആ ചുമതല ഏൽപ്പിച്ച് കഴിഞ്ഞിട്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ചുമതല ഏൽപ്പിക്കുന്നതിനുള്ള കരാറുണ്ടാക്കിയത് കനേഡിയൻ ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റ് ഏജൻസി എന്ന് പറയുന്നത് CIA ഉപഗ്രഹത്തിൻ്റെ ഓഫീസിൽ വെച്ചാണ്. അവിടെ പോയി ഒപ്പിട്ടത് പിണറായി വിജയനാണ്. പിണറായി വിജയൻ അറിഞ്ഞൂടെ സിഡ എന്ന് പറഞ്ഞാൽ എന്താണെന്നൊന്നും അറിഞ്ഞൂടെ. അത്രയൊക്കെ അറിയാമായിരുന്നെങ്കിൽ പിന്നെ പിണറായി വിജയന് ഇപ്പോൾ WHO ഹെഡായിട്ടിരിക്കേണ്ടതാണ്. അപ്പോൾ സിഡായിൽ പോയി ഒപ്പിടാൻ പറഞ്ഞു. പാർട്ടിയുടെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരാണ്. അന്ന് അവരുടെ പാർട്ടിയുടെ അച്ചടക്കമുള്ള ഒരു കോമ്രേഡായിരുന്നു. പോയി ഒപ്പിടാൻ പറഞ്ഞു, ഒപ്പിട്ട് കൊടുത്തൊരു ധാരണാപത്രം ഉണ്ടാക്കി. ലാവ്ലിൻ കമ്പനിക്ക് നമ്മൾ ഇത്രയും കരാർ കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ തലശ്ശേരിയിൽ ഒരു ക്യാൻസർ സെൻറ്റർ ഉണ്ടാക്കാൻ വേണ്ടി 100 കോടി രൂപ സിഡ കളക്ട് ചെയ്ത് അവരുടേതായിട്ടുള്ള ദാനം എന്നുള്ള തരത്തിൽ നമുക്ക് തരും. അതിൽ നമുക്ക് വേറെ ക്ലെയിമൊന്നുമില്ല. നിങ്ങൾ എന്തുകൊണ്ട് തന്നില്ല എന്നൊന്നും ചോദിക്കാൻ പറ്റില്ല. ഇറ്റ്സ് എ കോൺട്രിബ്യൂഷൻ, ഒരു ഡൊണേഷനാണ്. അങ്ങനെ ഒരു സംഭാവനയായിട്ട് നൽകുകയാണ്. സംഭാവനയായിട്ട് നൽകുമെന്നും പറഞ്ഞ് ഉണ്ടാക്കി അതിൻ്റെ പിന്നിലൊക്കെ പ്രവർത്തിച്ചു. അപ്പോൾ ഈ 100 കോടി പിന്നെ അത് മുഴുവനും ഇങ്ങനെ വന്നിട്ടുണ്ടോ, അത് വേറെ എവിടെയെങ്കിലും വഴിയിൽ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയി, ഇപ്പോൾ ഈ BJPക്കാരുടെ കാശ് ആരോ വഴി വെച്ച് തട്ടിക്കൊണ്ടുപോയതുപോലെ ഇതിൽ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ടോ എന്നുള്ളതിനെ പറ്റി ഗവേഷണം നടത്തിയ പലരും ഈ TG നന്ദകുമാർ എന്ന് പറഞ്ഞൊരു കക്ഷിയാണ് ഇതിൽ പ്രധാനമായിട്ട് ഇതിൻ്റെ ഇടനിലക്കാരനായിട്ട് നിന്നിട്ട് ഈ 100 കോടിയിലെ ഒരു വിഹിതം തട്ടി ആർക്കോ വേണ്ടി മാറ്റിയിട്ടുണ്ടെന്നൊക്കെ ആരോപണം വന്നിട്ടുള്ളത്. ആ തരത്തിൽ പിണറായിയെയും ഈ TG നന്ദകുമാറിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് അന്ന് കഥകളൊക്കെ ഉണ്ട്. ഞാൻ ആ കഥകളിലൊന്നും വിശ്വസിക്കുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തരം കേൾവികളോ അപവാദങ്ങളോ അല്ല പ്രധാനമായിട്ടുള്ളത്. അതെന്തോ ആകട്ടെ. പക്ഷേ ആ TG നന്ദകുമാർ ഇപ്പോൾ വീണ്ടും ഈ ആഴക്കടൽ പ്രശ്നവുമായിട്ടും അദാനിയുമായിട്ടും ബന്ധപ്പെട്ട് രംഗത്ത് വരികയും അയാൾ ഇവിടെ വേറൊരുത്തനുമായിട്ട് ചേർന്ന് എന്തോ ഒരു ഷിജു വർഗീസോ അവനുമായിട്ട് ചേർന്ന് ഇവിടെ ചില കൃത്രിമ പണികൾ ഒപ്പിക്കുകയും ചെയ്യുകയും ഒരു സ്ത്രീയെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കുകയും ഒക്കെ ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ മാധ്യമങ്ങൾ എന്ത് മര്യാദക്കാരാണ്. അവർ ഒന്നിനെപ്പറ്റിയും മിണ്ടുന്നില്ല. ഒരു TG നന്ദകുമാർ എന്ന് പറയുന്ന ദല്ലാൾ നന്ദകുമാർ ആണ് ഒരു പ്രിയങ്ക എന്ന് പറയുന്ന ഒരു യുവതിയെ സ്ഥാനാർത്ഥിയായിട്ട്. പ്രിയങ്കയ്ക്ക് ഈ അരൂര് മണ്ഡലം അറിഞ്ഞുകൂടാ, കടലും അറിഞ്ഞുകൂടാ, കായലും അറിഞ്ഞുകൂടാ, ഒന്നും അറിഞ്ഞുകൂടാ. പ്രിയങ്കയ്ക്ക് സിനിമയിലോ നാടകത്തിലോ ഒക്കെ അഭിനയിക്കാൻ അറിയാമെന്നുള്ള അല്ലാതൊന്നുമില്ല. അപ്പോൾ പ്രിയങ്ക എടുത്ത് പറഞ്ഞു, നീ ജനങ്ങളെ സേവിക്കണമെന്ന് പറഞ്ഞു. പ്രിയങ്ക പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ സേവിക്കാം, അതിൻ്റെ കാശൊക്കെ ഞാൻ തന്നോളാം എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ സേവിക്കാൻ തയ്യാറായെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കഥ കൂടെ ഇപ്പോൾ ഉണ്ടായി വന്നിട്ടുണ്ട്. ആ കഥ ഇതിൻ്റെ ഒരു പാർശ്വ കഥ മാത്രമാണ്. ഞാൻ പറയാം, അതൊക്കെ നമ്മളിപ്പോഴങ്ങോട്ട് മാറ്റി വയ്ക്കുക. അത് ചർച്ച ചെയ്യേണ്ടി വരും. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ ഭരണം അങ്ങോട്ട് മൂത്ത് വരുമ്പോഴുണ്ടല്ലോ ഇതെല്ലാം ഇങ്ങനെ വെളിയിലോട്ട് വരും. പക്ഷേ അതിന് മുമ്പ് ഞാൻ ഇന്നലെയും മിനിഞ്ഞാന്നുമെല്ലാം ആവർത്തിച്ചതുപോലെ ഇനിയിപ്പോൾ ബഡ്ജറ്റ് വരുന്നുണ്ട്, അതിനെപ്പറ്റി വളരെ കൃത്യമായിട്ട് സംസാരിക്കാനുണ്ട്.
അപ്പോൾ അതിനു മുമ്പ് ഇന്നലെയും മറ്റുമൊക്കെ സംസാരിച്ചതുപോലെ എനിക്ക് ഒന്നുകൂടെ വ്യക്തമായിട്ട് പറയാനുള്ളത്, നമ്മുടെ കേരളീയർക്ക് ഒരുമ എന്ന് പറയുന്നതും സ്വബുദ്ധി എന്ന് പറയുന്നതും യുക്തിബോധം എന്ന് പറയുന്നതും നവോത്ഥാന കൽപ്പന എന്ന് പറയുന്നതും ഉണ്ട്. അതിൻ്റെ എന്തെങ്കിലും അവശിഷ്ടങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ ഈ ബുദ്ധിപരമായ അടിമത്തത്തിൻ്റെ, പാശ്ചാത്യൻ്റെ ബുദ്ധിപരമായ അടിമത്തത്തിന് പൂർണ്ണമായിട്ടും വഴങ്ങിക്കൊടുത്ത അവൻ്റെ തിട്ടൂരങ്ങളനുസരിച്ച് ഇവിടെ കാര്യങ്ങൾ നടപ്പിലാക്കിയതിൻ്റെ അപകടമെന്തെന്ന് വിലയിരുത്തി അത് തിരുത്തി നമുക്ക് ജീവിക്കാൻ പറ്റിയൊരു അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം ഇവിടുത്തെ പ്രതിപക്ഷവും ഭരണപക്ഷവും യോജിക്കുക. അതിനുശേഷം നമുക്ക് അടിയന്തര പ്രമേയം കൊണ്ടുവരികയും അത് അവതരിപ്പിക്കാതിരിക്കാൻ വാക്കൗട്ട് നടത്തുകയും പിന്നെ വന്നിരുന്ന് കാപ്പി പിടിച്ചിട്ട് തിരിച്ചു പോവുകയൊക്കെ ചെയ്യാം. അതൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്ന കാര്യങ്ങളാണ്, നല്ല നല്ല കാര്യങ്ങളാണ്. അങ്ങനെയൊക്കെയാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു രീതി ഇതാണ്. അതുകൊണ്ട് അതൊക്കെ ചെയ്യാം. പക്ഷേ അതിനേക്കാളും പ്രധാനം ഇതാണിത്, ഈ ഒരു രോഗം എന്ന് പറയുന്നത്. അത് നമ്മളെ എങ്ങനെ വിലക്ക് നിർത്തിയിരിക്കും. എനിക്ക് വാസ്തവം പറഞ്ഞാൽ രാവിലെ മുഖ്യമന്ത്രി പ്രസംഗിക്കുന്നത് കേട്ടപ്പോഴത്തേക്ക് അങ്ങനെ അത്രയും കടത്തി പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഒരു പ്രവേശനോത്സവത്തിന് കുട്ടികൾ വീട്ടിലിരുന്നാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുട്ടികൾ വീട്ടിലിരിക്കാനുള്ളവരല്ല പിണറായി വിജയ, വീട്ടിലിരിക്കാനുള്ളവരല്ല. അവർ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി പീടികയിൽ പോയി ഒരു സാധനം വാങ്ങിക്കൊണ്ട് വന്ന് ഒന്ന് പോയി ഒന്ന് ചുറ്റിക്കറങ്ങി കളിയൊക്കെ കണ്ട് കൂട്ടുകാരെയൊക്കെ കണ്ട് വർത്തമാനം പറഞ്ഞ് വരേണ്ടവരാണ്. അവർ എല്ലാവരും മയക്കുമരുന്ന് കച്ചവടക്കാർ അല്ലെങ്കിൽ ഭാവിയിൽ എല്ലാവരും കള്ളക്കടത്തുകാരൊന്നും ആയി മാറാൻ പോകുന്നില്ല. അവർക്ക് ആ സ്വാതന്ത്ര്യം നിങ്ങൾ അനുഭവിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പഠിക്കണം. അവർ എൻ്റെ കുട്ടിക്കാലത്ത് ഗ്രാമങ്ങളിലൊക്കെ ഒരുപാട് ലൈബ്രറികളുണ്ടായിരുന്നു. ഇപ്പോൾ ലൈബ്രറികളിൽ കുട്ടികൾ പോകുന്നത് ഈ പാഠപുസ്തകങ്ങൾക്ക് എന്തോ പ്രിപ്പറേഷൻ നടത്താൻ വേണ്ടിയാണ്. അന്ന് കുട്ടികൾ ലൈബ്രറികളിൽ പോയി വായിക്കുമായിരുന്നു. അവർക്ക് വായനശാലകളുണ്ടായിരുന്നു, വായനയുടെ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. എന്തായിരുന്നു ആ ജീവിതം എന്ന് ആലോചിച്ച് നോക്കുക. എന്തായിരുന്നു ആ ജീവിതം എന്ന് ആലോചിച്ച്, നമ്മൾ ഈ മീനമാസത്തിലെ സൂര്യൻ എന്നൊക്കെ പറയുന്നത് പോലെ നമ്മുടെ തലയ്ക്ക് മുകളിൽ പണ്ട് പറയില്ലേ, ഒസ്വാൾഡ് പറഞ്ഞതുപോലെ എനിക്കെൻ്റെ സൂര്യനെ തരൂ എന്ന് ചോദിക്കുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. ഇത് പറഞ്ഞതുപോലെ ന്യൂറോസിഫിലിസ് പിടിച്ച ഒരു ജീവിതത്തിൻ്റെ മധ്യത്ത് നിന്നുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ പറയാണ്, ഇത് ന്യൂറോസിഫിലിസ് അല്ലെങ്കിൽ വേറൊരു തരം രോഗമാണെന്ന് നിങ്ങൾ കരുതുക, സമൂഹത്തിനാകെ അത് വ്യാപിച്ചിരിക്കുകയാണ്. അതിൻ്റെ മധ്യത്ത് നിന്നുകൊണ്ട് എനിക്കെൻ്റെ സൂര്യനെ തരൂ, അത് പ്രൊമറ്റ്യൂസിൻ്റെ ശബ്ദമാണ്, എനിക്കെൻ്റെ സൂര്യനെ തരൂ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. ആ ചെറുപ്പക്കാരനെയാണ് നമുക്ക് ആവശ്യം, എനിക്കെൻ്റെ സൂര്യനെ തരൂ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരന്. അതുകൊണ്ട് നിങ്ങൾക്ക് കഴിയും, ഇവിടുത്തെ പ്രതിപക്ഷത്തിന് കഴിയും, ഇവിടുത്തെ ഭരണപക്ഷത്തിന് കഴിയും. നിങ്ങളിൽ ചെറുപ്പക്കാരുണ്ട്. നിങ്ങൾ ഈ പാർലമെൻ്ററി അധികാരം കിട്ടുമ്പോഴുണ്ടാകുന്ന ദുർമോഹങ്ങൾ മാറ്റിവെച്ചിട്ട്, അതല്ല ജനാധിപത്യമെന്ന് മനസ്സിലാക്കിയിട്ട്, അതല്ല ഈ തരത്തിലുള്ള ശരിയായ രാഷ്ട്രീയമെന്ന് മനസ്സിലാക്കിയിട്ട് ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളതും ജീവിതത്തിൻ്റെ ധർമ്മമാണെന്ന് മനസ്സിലാക്കിയിട്ട് പാഴ്ചെലവുകൾ കൊണ്ടും ധൂർത്തുകൊണ്ടും രാജ്യത്തെ ഒടുപ്പിക്കുന്ന ഒരു വ്യവസ്ഥയുടെ ഭാഗമായി തീരാൻ വേണ്ടിയല്ല നിങ്ങൾ ജനിച്ചത് എന്നുള്ള ഒരു ബോധ്യത്തോടു കൂടി നിങ്ങൾ പ്രവർത്തിച്ച് ഒരു വലിയ തിരുത്തൽ ശക്തിയെ ആദ്യമായി തിരുത്തേണ്ടത് നമ്മൾ രോഗത്തെ തിരുത്തുകയും തുരത്തുകയും നമ്മുടെ ജീവിതത്തെ തളർപ്പിച്ചെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. കുട്ടികൾ വീട്ടിലിരുന്നാൽ പോരാ, അവർക്ക് പുറത്തിറങ്ങണം, പഠിക്കണം, കളിക്കണം. അത് പറയാൻ നിർഭാഗ്യവാനായ നമ്മുടെ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞില്ല. 2ാം വർഷവും കുട്ടികൾ വീട്ടിലിരുന്നാൽ മതി എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഹൃദയം നുറുങ്ങുകയാണ്. കാരണം ഞാൻ പറയുന്നില്ല എല്ലാവരും ഒരുപോലെ ആയിക്കൊള്ളണമെന്നില്ല. ഒരുപാട് കാലത്തെ ഒരു അധ്യാപന ജീവിതവും വിദ്യാർത്ഥി ജീവിതവും ഒക്കെ ഉണ്ടായിരുന്ന ഒരാൾ, ആ ഒരു അന്തരീക്ഷത്തിൽ ജീവിച്ച ഒരാൾ, കുട്ടികളോടൊപ്പം ജീവിച്ച ഒരാൾ, അങ്ങനെ ഒരാൾ അത് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും വ്രണിത ഹൃദയനായി തീരും. അത് പറയാൻ നമുക്കൊരു ഭരണാധികാരി ഉണ്ടാകരുത്. അങ്ങനെ ഒരു കാര്യം പറയാൻ നമുക്കൊരു ഭരണാധികാരി ഉണ്ടാകരുത്, ഇനിയും ഉണ്ടാകരുത് എന്നുള്ള അപേക്ഷയോടുകൂടിയാണ് ഞാനിത് അവസാനിപ്പിക്കുന്നത്.